എല്ലാവർക്കും നമസ്കാരം. അലുമിനി അസോസിയേഷൻ ഓഫ് NSS കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് നടത്തി വരുന്ന ധ്വനി എന്ന ഓൺലൈൻ മ്യൂസിക് ഫെസ്റ്റിൻ്റെ 14ാമത്തെ എഡിഷനാണ് ഇന്നിവിടെ നടക്കുന്നത്. ഇതിൽ പങ്കെടുക്കാൻ എത്തിയ പ്രിൻസിപ്പൽമാർ, ടീച്ചേഴ്സ്, അലുമിനി അസോസിയേഷൻ പ്രസിഡൻറ്റ്, അലുമിനി എക്സികോം മെമ്പേഴ്സ്, അലുമിനി മെമ്പേഴ്സ് എല്ലാവരെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ ധ്വനിയുടെ കോർഡിനേറ്റേഴ്സ് ഉമ്മ ടീച്ചർ ആൻഡ് രാജേച്ചിയാണ്. ഒരു ധ്വനി കഴിയുമ്പോൾ അടുത്ത ധ്വനി എന്ന് വേണം എന്ന് തീരുമാനിക്കുകയും അതിനു വേണ്ടിയുള്ള ശ്രമങ്ങൾ തുടങ്ങുകയും ചെയ്യും. തയ്യാറെടുപ്പുകൾ തുടങ്ങും. അതിൽ സിംഗേഴ്സിനെ കണ്ടുപിടിക്കുക, പിന്നെ അവരുമായിട്ടുള്ള ട്രയൽ വേർഷൻ എടുക്കുക എന്നിങ്ങനെയുള്ള പ്രൊസീജിയേഴ്സ് ഉണ്ട്. ഇതെല്ലാം ചെയ്തുകൊണ്ടാണ് ഓരോ ധ്വനിയും മികച്ചതായി മാറുന്നത്. അപ്പോൾ ഈ ഇന്നത്തെ ധ്വനിയിലേക്ക് എത്തിച്ചേർന്ന എല്ലാവരെയും ഒന്നും കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നന്ദി. എല്ലാവർക്കും നമസ്കാരം. 14 എപ്പിസോഡുകളിൽ നിങ്ങളെല്ലാവരും ഹൃദയത്തിലേറ്റിയ ധ്വനി. 30-ൽ പരം ഗായകർ ഇപ്പോൾ ഇതിൻ്റെ ഭാഗമാണ്. അവർ അവതരിപ്പിക്കുന്ന ഓരോ പാട്ടിൻ്റെ പുറകിലും ഒരുപാട് കഠിനാധ്വാനം, സ്നേഹം, അതുപോലെ പാഷനുണ്ട്. അവർക്കെല്ലാവർക്കും നമുക്ക് ഒരുപാട് സ്നേഹം നൽകാം. അതുപോലെ തന്നെ ഹോസ്റ്റ് ശ്രീജിത്തിനെ പറ്റി പറയാതിരിക്കാൻ പറ്റില്ല. ശ്രീജിത്തിൻ്റെ സാങ്കേതിക മികവും ആത്മാർത്ഥതയും ധ്വനിക്കൊരു മുതൽക്കൂട്ട് തന്നെയാണ്. ഇന്നത്തെ അവതാരക ശബ്ദം നമുക്കെല്ലാം സുപരിചിതമാണ്. എത്ര സുന്ദരം എൻ്റെ മലയാളം, മുത്തുപവിഴങ്ങൾ കോർത്തൊരു പട്ടുനൂൽ പോലെ എന്നെഴുതി അക്ഷരങ്ങൾ കോർത്തൊരു മാലയുണ്ടാക്കി ഭാഷാദേവതയെ അനുഗ്രഹിച്ച പ്രശസ്ത കവിയുടെ പൈതൃകം. ആ മുത്തുപവിഴമാലയ്ക്ക് ഈണമേകി നാദമേകി സാർത്ഥകമാക്കിയ ശ്രീ രാജീവ് ONV ആണ് ഇന്നത്തെ നമ്മുടെ അതിഥിയും അതുപോലെ ആതിഥേയനും. ഷാജിയൻ കരുൺ സംവിധാനം ചെയ്ത AKG എന്ന ലഘുചിത്രത്തിനു വേണ്ടി ONV കുറിപ്പ് എഴുതിയ ടൈറ്റിൽ ഗാനത്തിന് സംഗീതം പകർന്നുകൊണ്ടാണ് രാജീവ് സിനിമാ സംഗീതത്തിലേക്ക് കടന്നത്. റെയിൽവേയിൽ ഉദ്യോഗസ്ഥനായിരിക്കെ ബാംഗ്ലൂരിൽ ഒറ്റയ്ക്ക് കഴിയേണ്ടി വന്ന കാലത്താണ് അദ്ദേഹത്തിന് സംഗീത സംവിധാനത്തിൽ താല്പര്യമുണ്ടായത്. ONVയുടെ കവിതകൾക്ക് സംഗീതം നൽകിയാണ് തുടക്കം. അങ്ങനെയാണ് ആദ്യ ആൽബം പറയൂ പതിക്കയൻ കാതിൽ, ഞാനെന്ന ഗാനം ഇവ പിറന്നത്. ഹൃദയത്തിൻ ഗന്ധർവ നഗരിയിൽ എന്ന ആൽബം 2 ദിവസങ്ങൾക്ക് മുൻപ് പുറത്തിറങ്ങി. 18 ഗാനങ്ങൾ കമ്പോസ് ചെയ്തു, 3 ഗാനങ്ങൾക്ക് ശബ്ദം നൽകി. രാജീവിൻ്റെ മകൾ പ്ലേബാക്ക് സിംഗർ അപർണ രാജീവ് 3 വർഷങ്ങൾക്ക് മുൻപ് തിരികൊളുത്തിയ ധ്വനി നമുക്ക് പ്രത്യേകം ഓർക്കാം. അതുപോലെ ഇന്ത്യൻ റെയിൽവേ സർവീസിൽ നിന്ന് വിരമിച്ച അദ്ദേഹം സംസ്ഥാന സർക്കാരിന് കീഴിലെ പൊതുമേഖലാ സ്ഥാപനങ്ങളിലേക്കുള്ള PSC വഴി അല്ലാത്ത നിയമനങ്ങൾക്കായി രൂപീകരിച്ച റിക്രൂട്ട്മെന്റ് ബോർഡിന്റെ മെമ്പറായി ഇപ്പോൾ സേവനമനുഷ്ഠിക്കുന്നു. ഒന്നിനി ശ്രുതി താഴ്ത്തി പാടുക പൂങ്കുയിലെ പാടി നമ്മുടെ ഹൃദയത്തിലേക്ക് അലിഞ്ഞിറങ്ങിയ ഭാവഗായകൻ ശ്രീ P ജയചന്ദ്രൻ. അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്കായി ധ്വനിയുടെ ഈ ഒത്തുചേരൽ നമുക്ക് സമർപ്പിക്കാം. അനശ്വര ഗായകന്റെ സ്മരണയിലേക്കുള്ള യാത്രയിൽ ധ്വനി കുടുംബാംഗം ശ്രീ അജിത് ചന്ദ്രന്റെ കൂടെ നമുക്കും കൂടാം. താങ്ക് യു രാജി. നമസ്കാരം, എൻ്റെ പേര് അജിത് ചന്ദ്രൻ. ഞാൻ 88 ഇലക്ട്രിക്കൽ. നമ്മളിന്ന് ജയേട്ടൻ്റെ പാട്ടുകൾ പാടാൻ പോവാണ്. അത് നമുക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. പക്ഷേ അദ്ദേഹം നമ്മളെ വിട്ടുപിരിഞ്ഞതിന് ശേഷമുള്ളൊരു ട്രിബ്യൂട്ടായിട്ട് നമ്മൾ ഒരിക്കലും ഈ 25-ൽ അത് പ്രതീക്ഷിച്ചിട്ടില്ല, അല്ലെ? അതൊരു വിങ്ങലാണ്. നമ്മളുടെയൊക്കെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി മാറിയ ആളുകളിൽ ഒരാളാണ് അദ്ദേഹം. അത് നമ്മുടേന്ന് മാത്രമല്ല, ഈ നമ്മുടെ പേരൻസിൻ്റെ ജനറേഷനിലും കോളേജ് കാലത്തെ പാട്ടുകൾ പാടി, നമ്മുടെ കാലത്ത് പാടി, അതിനുശേഷം നമ്മുടെ കുട്ടികളുടെയും അതിനുശേഷവും പാടിക്കൊണ്ടിരിക്കും. ഇപ്പോൾ ഈ വളരെ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ആണ് പൊടിമീശക്കാരൻ എന്നുള്ളൊരു പാട്ട് പാടിക്കുന്നത്. മഞ്ഞളിയിൽ മുങ്ങിത്തോർത്തി പാടി അതേ യൂത്ത്ഫുൾ വൈബ്രൻസിയിലാണ് പാടുന്നതെന്ന് ആലോചിക്കണം. ഒരു വ്യത്യാസമില്ല ശബ്ദത്തിൽ. അതേപോലെ കണ്ടിന്യൂ ചെയ്യുമ്പോൾ നമുക്ക് അതിങ്ങനെ നമ്മുടെ ഭാഗമായിട്ട് എപ്പോഴും ഉണ്ടായിരിക്കും എന്നുള്ളൊരു പ്രതീക്ഷയുള്ള ഒരു ശബ്ദവും ആണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹം ഇന്ന് നമ്മുടെ കൂടെ ഇല്ല. അപ്പോൾ നമുക്ക് അതൊരു വിഷമമാണ്. പക്ഷെ ആ ശബ്ദം നമ്മുടെ മനസ്സിൽ എപ്പോഴും ഭയങ്കര വൈബ്രന്റ് ആയിട്ട് നിൽക്കുന്നുണ്ട്. നമ്മുടെ പാട്ടുകാരിലൂടെ നമുക്ക് ഇന്നത് കേൾക്കാം. ആ വിങ്ങിലുള്ളപ്പോൾ തന്നെ 2025 ആദ്യത്തെ ധ്വനിയുടെ പ്രോഗ്രാം നടത്തുമ്പോൾ മറ്റാരുടെയും പാട്ട് നമുക്ക് പാടാൻ കഴിയില്ലല്ലോ. അത്രയ്ക്കും സ്നേഹമാണ് അദ്ദേഹത്തിനോട്, നമുക്ക് ആദരവാണ്.
അപ്പം ഇന്ന് നമുക്കത് കേൾക്കാം. അദ്ദേഹത്തിന്റെ പാട്ടുകളെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ നമുക്ക് ഇന്ന് രാജീവ് ONV നമ്മുടെ കൂടെ ഉണ്ട് ശബ്ദത്തിലൂടെ. അതൊരു വലിയ ഭാഗ്യമാണ് എന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ കൂടുതൽ നിങ്ങൾക്ക് അതിലൂടെ അറിയാൻ പറ്റും. എന്നെ സംബന്ധിച്ച് എനിക്ക് നേരിട്ട് അദ്ദേഹത്തിന് പരിചയമില്ല. ആകെ എന്നെ നിങ്ങൾ എല്ലാവരെയും പോലെ അത്ഭുതപ്പെടുത്തിയിട്ടുള്ള ഒരു പ്രതിഭാസമാണ് അദ്ദേഹം. അതിൽ എനിക്ക് ആകെ ഓർത്ത് പറയാനുള്ള 1-2 കാര്യങ്ങൾ പറഞ്ഞിട്ട് നമുക്ക് പാട്ടിലേക്ക് പോകാം. ഏറ്റവും കൂടുതൽ എന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുള്ളത് അദ്ദേഹത്തിന്റെ ആ ഡെലിവറി സ്റ്റൈലാണ്. ഇപ്പോൾ അന്നത്തെ കാലത്ത് ഒരു ഒരു ചെറിയ ഒരു കൈമണി അടിക്കുന്ന ഒരു ആർട്ടിസ്റ്റിന് പോലും സ്റ്റുഡിയോയിൽ കയറണമെങ്കിൽ ഭയങ്കര പെർഫെക്ഷൻ വേണം, ഇല്ലെങ്കിൽ ഭയങ്കര സ്റ്റുഡിയോ കോസ്റ്റും കാര്യങ്ങളുമാണ്, കയറാൻ പറ്റില്ല. ആ കാലത്താണ് ലീഡ് സിംഗറായിട്ട് അദ്ദേഹം എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. അതും അവിടെ ആ കാട്ടിലെ രാജാക്കന്മാരായിട്ട് വലിയ വലിയ ഗായകരുള്ളപ്പോൾ, ദാസേട്ടൻ, SPB എന്നൊക്കെയുള്ള മുടിചൂടാമന്നന്മാർ അവിടെ രാജാക്കന്മാരായി വാഴുമ്പോൾ വേറൊരു കൊടി കുത്തിയിട്ട് ഇതാ ഞാനും വന്നിരിക്കുന്നു എന്ന് പറയാൻ ഉള്ള ആ ഒരു കഴിവാണ്. അതായത് അതുകൊണ്ടാണ് അദ്ദേഹം ഒരു പ്രതിഭാസമാണെന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് ആ വ്യത്യാസം എന്നുള്ളതും കൂടി അത് കൂടുതൽ അത്ഭുതപ്പെടുത്തും. കാരണം അതൊരു വോയിസിന്റെ ഡിഫറൻസ് അല്ല. ഏകദേശം ഇവരുടെയൊക്കെ ടൊണാലിറ്റി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അതൊരു ഏകദേശം സിമിലർ ആണ്. ഹാർമോണിക്സും ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ടിംബർ ഓഫ് ദ വോയിസ് എന്നൊക്കെ പറയുന്നതൊക്കെ ഏകദേശം ഒരേപോലെയാണ്. പക്ഷേ ഏറ്റവും അധികം വ്യത്യാസമായിട്ട് നിൽക്കുന്നത് അദ്ദേഹത്തിന്റെ ഡെലിവറി സ്റ്റൈലാണ്. അപ്പോൾ അദ്ദേഹം ഒരു വാക്ക് വേറെ 2 പാട്ടുകളിൽ പറയുന്നത് വേറെ പോലെ ആയിരിക്കും. റിപ്പീറ്റ് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ ഒരിക്കലും ഒരു മിമിക്രിക്കാരൻ അദ്ദേഹത്തിന്റെ ശബ്ദം അനുകരിച്ച് കാണില്ല. കാരണം അതാണ്. കാരണം അതൊരു വോയിസ് മാത്രമല്ല, അതൊരു ഡെലിവറി സ്റ്റൈൽ ഫോർ ദ സോങ് ആണ്. അത് അങ്ങനെയാണ് അദ്ദേഹം ഡെലിവറി ചെയ്യുന്നത്. അതും വളരെ കൺസിസ്റ്റന്റ് ആയിട്ട്, ഒരു ശബ്ദ വ്യത്യാസവും ഇല്ലാതെ അങ്ങനെ പറഞ്ഞു. അപ്പോൾ എന്താണെന്ന് മനസ്സിലാവാത്ത ഒരു 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 പ്രതിഭാസമായിട്ട് അദ്ദേഹത്തിനെ നമ്മൾ കാണുന്നത് എന്നെ സംബന്ധിച്ച് അതാണ്. കാരണം എങ്ങനെയാണ് അങ്ങനെ ഒരു 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 ക്വാളിറ്റി നിലനിർത്തുന്നത് എന്നുള്ളത്. പിന്നെ രണ്ടാമത്തെ ഒരു വലിയ അത്ഭുതം എന്ന് പറയുന്നത് അദ്ദേഹം ഈ കാലഘട്ടങ്ങളെ അതിജീവിച്ച ഒരു ശബ്ദമാണ്. അത് അങ്ങനെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ വലിയ ഗായകരെ അവരുടെ ആ പ്രൈം ടൈം കഴിഞ്ഞതിന് ശേഷം എന്നല്ല, അവരുടെ ആ ഹിറ്റായിട്ടുള്ള ആ യങ് സമയത്തിന് ശേഷം മറ്റ് മ്യൂസിക് ഡയറക്ടേഴ്സ് വിളിക്കുമ്പോൾ അവരോടുള്ളൊരു ആദരവ് കൊണ്ട്, അവരെ കൊണ്ട് എൻ്റെ ഒരു പാട്ട് പാടിക്കണം എന്നുള്ളത് കൊണ്ടൊക്കെയാണ് അങ്ങനെയാണ് അത് പോകുന്നത് പൊതുവെ. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ എല്ലാ കാലഘട്ടത്തിലെ പാട്ടുകൾക്കും വളരെ ആപ്റ്റായിട്ടുള്ള ഒരു യങ് ആർട്ടിസ്റ്റിനെ കണ്ടെത്തുന്ന പോലെയാണ് അദ്ദേഹത്തിന്റെ ശബ്ദം ഇവരൊക്കെ യൂസ് ചെയ്തിട്ടുള്ളത്. MSV ആണ് അദ്ദേഹത്തിനെ ആദ്യമായിട്ട് തമിഴിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അന്ന് പൊന്നല്ല പൂവല്ല കണ്ണേ എന്ന് പറഞ്ഞിട്ടൊരു പാട്ടുണ്ട്. അത് നിങ്ങൾ കേൾക്കണം, കേട്ടിട്ടില്ലെങ്കിൽ. ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. ഈ മഞ്ഞളയിൽ മുങ്ങിത്തോർത്തി എന്നൊക്കെ പറയുന്ന അതേപോലെ തന്നെ. പക്ഷെ അതിൽ ആ ശബ്ദത്തിൽ ഇപ്പോൾ ഉള്ള TMSന്റെ ശബ്ദം, SPBയുടെ ശബ്ദം ഒക്കെ ആയിട്ട് അങ്ങനെ വ്യത്യാസങ്ങളല്ല. പക്ഷെ ആ ഡെലിവറിയിൽ ഞാൻ നേരത്തെ പറഞ്ഞ ആ വ്യത്യാസം, അത് അന്ന് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയി ഡെലിവറി ചെയ്ത അദ്ദേഹം. അതിനുശേഷം രാജാ സാറിന്റെ രാസാത്തി എന്ന് വരുമ്പോഴും, AR റഹ്മാൻ സാറിന്റെ ഈ ദൈവം തந்த പൂവേ എന്നുള്ള പാടുമ്പോഴോ, പിന്നീട് ഈ അടുത്ത കാലത്തല്ല, അതിനിടയ്ക്ക് പിന്നെ അൽഫോൺസിന്റെ ഫസ്റ്റ് മൂവിയിൽ നീ മണിമുകിൽ ആടകൾ ആടി വിളങ്ങിയൊരു മിന്നൽ എന്നുള്ളൊരു ഹസ്കി വോയിസിലുള്ളൊരു പാട്ട്, പിന്നെ ഈ പറഞ്ഞപ്പോൾ ഡിമീഷക്കരൻ ഈ അടുത്ത കാലത്ത് കേട്ട പാട്ട് ഒക്കെ ആയാലും എല്ലാം ഡിഫറെന്റ് ആണ്. ആ കാലഘട്ടത്തിൽ കറക്റ്റായിട്ട് അത് വരും. അല്ലാതെ അദ്ദേഹത്തിന്റെ ശബ്ദം ഇവിടെ പ്ലേസ് ചെയ്തതല്ല. അതാണ് എൻ്റെ ഒരു വേറൊരു അത്ഭുതം. കാരണം ഓരോ കാലഘട്ടത്തിനും ഓരോ മ്യൂസിക് ഡയറക്ടേഴ്സും പുതിയൊരു സിംഗറെ ഉപയോഗിക്കുന്ന പോലെ ഉപയോഗിക്കാൻ അദ്ദേഹത്തിനെ കൊണ്ട് പറ്റുന്നു. ഇതൊന്നും അദ്ദേഹത്തിന് വേറൊരു പ്രത്യേകതയിലേക്ക് എത്തിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതൊന്നും അദ്ദേഹം ട്രെയിൻഡ് ആയിട്ട് ഒരു മെത്തേഡ് സിംഗർ, മെത്തേഡ് ആക്ടർ എന്നൊക്കെ പറയുന്ന പോലെ മെത്തേഡ് സിംഗർ അല്ല. അതായത് ഇപ്പം നിങ്ങൾ റിയാലിറ്റി ഷോസിലൊക്കെ കാണും, മോനെ അങ്ങനെയല്ല പാടുണ്ട് ഇങ്ങനെയല്ല പാടുണ്ട് എന്ന് പറഞ്ഞ് നമ്മൾ ഒരു ചട്ടക്കൂടിൽ ഒതുക്കുന്ന ഒരു രീതി നമുക്കുണ്ട്. ഇങ്ങനെയാണ് ഒരു സാധനം ഡെലിവറി ഉണ്ട്, അതെങ്ങനെയാണ് സാധകം ചെയ്ത് കൃത്യമാക്കി ആണ് അത് ഡെലിവറി ചെയ്യുന്നത്. അതൊരു മെത്തേഡാണ്. അദ്ദേഹം അങ്ങനെയല്ല ചെയ്യുന്നത്. അദ്ദേഹം നാച്ചുറലായിട്ട് പാടുന്നതാണ്. അതാണ് അദ്ദേഹത്തിന് പ്രതിഭാസം എന്ന് തോന്നിയിട്ടുള്ളത്. ഡെലിവറി ചെയ്യുന്നു, അത് അങ്ങനെ ആയി മാറുന്നു എന്നുള്ളത് നമ്മുടെ ഭാഗ്യം. അദ്ദേഹത്തിന് അതൊന്നുമില്ല. അദ്ദേഹത്തിന്റെ ഈ ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടല്ലോ ടുവേർഡ്സ് ലൈഫ്, അത് ശരിക്കും ഏറ്റവും കൂടുതൽ കാണുക. ശ്രീജി പറ്റുകയാണെങ്കിൽ ആ ബ്ലൂ ടീഷർട്ട് ഇട്ടുള്ളൊരു ഒരു മസിൽ മാൻ ആയിട്ടുള്ളൊരു പിക്ചർ നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടാവും. അത് കണ്ടാൽ അദ്ദേഹം എന്താണെന്ന് നമുക്ക് മനസ്സിലാവും. കാരണം അദ്ദേഹം ആ ഫ്രീ സ്പിരിറ്റഡ് അപ്രോച്ച് ലൈഫ് വിത്ത് ഫുൾ വിഗർ എന്നുള്ള ആ
ഒരു ആറ്റിറ്റ്യൂഡിലാണ് അദ്ദേഹം ജീവിച്ചിട്ടുള്ളത് എന്നുള്ള ആ പിക്ചർ കണ്ടാൽ മനസ്സിലാവും. അതാണ് അദ്ദേഹം വേരിയബിലിറ്റി, ഇങ്ങനത്തെ കാര്യങ്ങളിൽ എല്ലാം എന്തും ട്രൈ ചെയ്യും എന്നുള്ള ഒരു സാധനം, അത് നാച്ചുറലായിട്ട് അദ്ദേഹത്തിൻ്റെ ഉള്ളിലുള്ള ഈ വല്ലാത്തൊരു പ്രതിഭ അദ്ദേഹത്തിന് പോലും ഇറ്റ്സ് ഓക്കെ എന്ന് തോന്നുന്ന രീതിയിൽ, അതാണ് അദ്ദേഹത്തിൻ്റെ പേഴ്സണാലിറ്റി. ആ പേഴ്സണാലിറ്റിയാണ് അദ്ദേഹത്തിൻ്റെ ശബ്ദം. എന്തായാലും കൂടുതൽ പറയുന്നില്ല. നമുക്ക് രാജീവേട്ടൻ്റെ ഇൻട്രൊഡക്ഷനും നമ്മുടെ ഗായകരുടെ പാട്ടിലേക്കും കടന്ന് അദ്ദേഹത്തിനെ നമുക്ക് ഓർമ്മിക്കാം. താങ്ക് യു. ഇന്നിപ്പോൾ രാജീവ് പറഞ്ഞ പോലെ നമ്മുടെ ഭാഗ്യം, രാജീവേട്ടൻ്റെ ശബ്ദം, താങ്ക്സ് ടു ഉമാദേവി. ഇല്ലെങ്കിൽ അദ്ദേഹം ഇത്രയും തിരക്കിൻ്റെ ഇടയിൽ, ഇന്നലെയും മിനിങ്ങാന്നൊക്കെയുള്ള തിരക്കുകൾ ഇടയിൽ അദ്ദേഹം നമുക്ക് വേണ്ടി ഈ ഇത് റെക്കോർഡ് ചെയ്തിട്ട് നമുക്ക് തന്നിട്ടുണ്ട്. അത് നമുക്ക് മറ്റൊരു സദ്യ ആയിരിക്കും, നേരത്തെ പറഞ്ഞ പോലെ. രാജി, അപ്പം നമുക്ക് അതിലേക്ക് കടന്നാലോ? ഓക്കെ ശ്രീജിത്ത്, രാജീവ് ONV സാറിന്റെ ഒരു ധ്വനിയെ പറ്റി ഒരു ആശംസകളുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് പാട്ടിലേക്ക് കിടക്കാം. നമ്മൾ തന്നെ എങ്ങനെയെങ്കിലും ഈ പാട്ടുകളെ പറ്റി കഥകൾ കണ്ടുപിടിച്ച് പറയാമെന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് അദ്ദേഹം നമുക്ക് ഇങ്ങനെ ഒരു ഇത് തരുന്നത്. അതുകൊണ്ട് അദ്ദേഹത്തിന് വലിയൊരു നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് തുടങ്ങാം. എല്ലാവർക്കും നമസ്കാരം. ഞാൻ രാജീവ് ONV, പാലക്കാട് NSS കോളേജ് ഓഫ് എഞ്ചിനീയറിങ്ങിൻ്റെ അലുമിനി അവതരിപ്പിക്കുന്ന ധ്വനി എന്ന സംഗീത പരിപാടിയിൽ യശസ്വരീയനായ നമ്മുടെ ഭാവഗായകൻ ജയചന്ദ്രന് സമർപ്പണമായി ചില ഗാനങ്ങൾ അവതരിപ്പിക്കുന്നുവെന്ന് കേട്ടപ്പോൾ സന്തോഷം തോന്നി. എന്നാൽ വളരെ അവിചാരിതമായിട്ടാണ് ഈ പരിപാടിയിൽ ഒരു അവതാരകൻ്റെ ദൗത്യം എനിക്ക് ഏറ്റെടുക്കേണ്ടി വരുന്നത്. ജയേട്ടനെ വർഷങ്ങളായിട്ടറിയാം, അച്ഛനിലൂടെയും പിന്നീട് എനിക്ക് നേരിട്ടും ആ വലിയ ഗായകനുമായിട്ട് ബന്ധം സ്ഥാപിക്കാൻ കഴിഞ്ഞു എന്നത് സന്തോഷകരമായിട്ടുള്ള ഒരു ഭാഗ്യം. ജയേട്ടനുമായിട്ടുള്ള ആ നല്ല ബന്ധത്തിലൂടെ എനിക്കറിവായ ചില കാര്യങ്ങൾ ഉൾപ്പെടുത്തി ഇവിടെ ഇന്ന് അവതരിപ്പിക്കുന്ന അദ്ദേഹത്തിൻ്റെ ഗാനങ്ങൾക്ക് ഒരു ആമുഖം നൽകാൻ ഞാൻ ശ്രമിക്കാം. ആദ്യമായിട്ട് നമുക്ക് ധ്വനി കുടുംബത്തിലെ അനുഗ്രഹീത ഗായകനായ പ്രേമാനന്ദ് ഷേണായി സാർ 1980-85 ബാച്ച് സിവിൽ ബ്രാഞ്ച് ആയിരുന്നു. അദ്ദേഹം ഫൗണ്ടർ ആൻഡ് ചീഫ് കൺസൾട്ടന്റ് റോയ് ആൻഡ് ഷേണായി മാംഗ്ലൂർ. സാറിന്റെ പാട്ട് സുന്ദരമായി ഉള്ള ഒരു അവതരണം നമുക്ക് രാജീവ് ONV സാറിന്റെ അടുത്ത് കേട്ടിട്ട് പാട്ടിലേക്ക് കിടക്കാം. ജയേട്ടൻ്റെ ഇഷ്ടദേവനായിരുന്നു ഗുരുവായൂരപ്പൻ. ഗുരുവായൂരപ്പൻ്റെ ഉൾപ്പെടെ കൃഷ്ണൻ്റെ അനേകം ഗാനങ്ങൾ ജയേട്ടൻ ആലപിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ സിനിമാ ഗാനങ്ങളെക്കാളും അധികം. ഒരു കാലയളവിൽ സിനിമയിലെ പാട്ടുകൾ തീരെ കുറവായിരുന്ന സമയത്തും അദ്ദേഹത്തിന് നിരന്തരം കിട്ടിയിരുന്നത് ഈ ഭക്തിഗാനങ്ങളാണ്. അക്കാലത്ത് തന്നെ നിലനിർത്തിയിരുന്നത് ഭഗവാനാണ് എന്ന് ജയേട്ടൻ പറയുമായിരുന്നു. 1985 പുറത്തിറങ്ങിയ പുഷ്പാഞ്ജലി എന്ന ഭക്തിഗാന ആൽബത്തിലെ നെയ്യാറ്റിൻകര വാഴും കണ്ണ എന്ന ഗാനം കാലത്തെ അതിജീവിച്ചും ഇന്ന് നമ്മുടെ മനസ്സിനെ ഭക്തി നിർഭരമാക്കുന്നു. രമേശൻ നായർ രചിച്ച് PK കേശവൻ നമ്പൂതിരി ഇണമിട്ട ആ അവിസ്മരണീയ ഗാനമിതാ. നെയ്യാറ്റിൻകരവാഴും കണ്ണാനിൻ മുന്നിലൊരു നെയ്വിളക്കാവട്ടെ എൻ്റെ ജന്മം. കണ്ണിനു കണ്ണായൊരുണ്ണിക്കു തിരുമുൻപിൽ കർപ്പൂരമാവട്ടെ എൻ്റെ ജന്മം. നെയ്യാറ്റിൻകരവാഴും കണ്ണാനിൻ മുന്നിലൊരു നെയ്വിളക്കാവട്ടെ എൻ്റെ ജന്മം. കണ്ണിനു കണ്ണായൊരുണ്ണിക്കു തിരുമുൻപിൽ കർപ്പൂരമാവട്ടെ എൻ്റെ ജന്മം.
മുഴക്കുന്ന പൈക്കളെ മേയ്ക്കുവാൻ ഓരോ മനസ്സിലും നീ വരുന്നു. ഓംകാരം മുഴക്കുന്ന പൈക്കളെ മേയ്ക്കുവാൻ ഓരോ മനസ്സിലും നീ വരുന്നു. നിന്റെ പുല്ലാങ്കുഴൽ പാട്ടിൽ പ്രപഞ്ചം നന്ദിനി പശുവായി തീരുന്നു. നിന്റെ പുല്ലാങ്കുഴൽ പാട്ടിൽ പ്രപഞ്ചം നന്ദിനി പശുവായി തീരുന്നു. അകിടു ചുരത്തുവൻ ജീവനു നീ മോക്ഷ കറുക നാം വേകുമോ കണ്ണാ. കായാമ്പൂതൊഴും മൂക്കിൽ വർണ്ണ നെയ്യാറ്റിൻ കരവാഴും കണ്ണാ. നിൻ മുന്നിലൊരു നെയ്വിളക്കാവട്ടെ എന്റെ ജന്മം. കണ്ണിനു കണ്ണായൊരുണ്ണിക്കു തിരുമുൻപിൽ കർപ്പൂരമാവട്ടെ എന്റെ ജന്മം. ഗോവർദ്ധനമായി മണ്ണിന്റെ ദുഃഖം നീ വിരൽ തുമ്പാൽ ഉയർത്തുന്നു. ഗോവർദ്ധനമായി മണ്ണിന്റെ ദുഃഖം നീ വിരൽ തുമ്പാൽ ഉയർത്തുന്നു. നിന്റെ മന്ദസ്മിത കുളിരിൽ പ്രപഞ്ചം നിത്യവസന്തമായി തീരുന്നു. നിന്റെ മന്ദസ്മിത കുളിരിൽ പ്രപഞ്ചം നിത്യവസന്തമായി തീരുന്നു. തൊഴുതു നിൽക്കുന്നൊരു ജീവനു നീയൊരു തിരി വെളിച്ചം തരു കണ്ണാ. താമരക്കാരികൾ കണ്ണാ നെയ്യാറ്റിൻ കരമാഴും കണ്ണാ. നിൻ മുന്നിലൊരു നെയ്വിളക്കാവട്ടെ എന്റെ ജന്മം. കണ്ണിനു കണ്ണായൊരുണ്ണിക്കു തിരുമുൻപിൽ കർപ്പൂരമാവട്ടെ എന്റെ ജന്മം. കർപ്പൂരമാവട്ടെ എന്റെ ജന്മം. കർപ്പൂരമാവട്ടെ എന്റെ ജന്മം. ഷേണായി വളരെ നന്നായി പാടി. അത് പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല, നമുക്കറിയാം. ഇതില് ഷേണായി മാത്രമല്ല, എല്ലാവരുടെയും കാര്യം അങ്ങനെയാണ്. വളരെയധികം ട്രയൽസ് എടുത്ത് 2ഉം 3ഉം ട്രയൽസ് എടുത്ത് നല്ല എഫേർട്ട് എടുത്തിട്ടാണ് നമ്മൾ ഓരോ പ്രോഗ്രാമും അവതരിപ്പിക്കുന്നത്. അപ്പോൾ പാടുന്ന എല്ലാവരും പാട്ട് പാടി കഴിഞ്ഞാൽ അതിനെ ഒരു വീഡിയോ ആക്കുന്നതെല്ലാം എത്ര പാടുന്നതിനേക്കാളും സമയം എടുത്തിട്ടാണ് അവർ അതിലേക്ക് ഡെഡിക്കേറ്റഡ് ആയിട്ട് വീഡിയോ ഫോർമാറ്റിലേക്ക് ആക്കുന്നത്. അതിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള പിക്ചേഴ്സ് ഇട്ടിട്ടും എല്ലാം. അപ്പൊ നമ്മളെ എല്ലാവരെയും ശരിക്കും പറഞ്ഞാൽ അത്രയും അപ്രീഷിയേറ്റ് ചെയ്യേണ്ടതാണ്. വളരെ നന്നായി. ഓൾറെഡി ചാറ്റിൽ എല്ലാവരും എഴുതിയിട്ടുണ്ട് ഗുഡ് സ്റ്റാർട്ട് ആണെന്ന്. അത് തന്നെയാണ് എനിക്കും പറയാനുള്ളത്. അപ്പൊ നമുക്ക് അടുത്ത പാട്ടിലേക്ക് പോവാം. അടുത്ത പാട്ട് പാടുന്നത് അഞ്ജന ആർ മേനോൻ. അഞ്ജന 2014 സിവിൽ ബാച്ചാണ് നമ്മുടെ കോളേജിൽ നിന്ന്. അതിനുശേഷം NIT നിന്ന് PhD ചെയ്തു. PhD ഇപ്പൊ കംപ്ലീറ്റ് ചെയ്തിട്ടിരിക്കുകയാണ്. ജോലിക്ക് ജോയിൻ ചെയ്തിട്ടില്ല. അഞ്ജനയുടെ പാട്ടും നമുക്ക് എല്ലാവർക്കും നന്നായി ആസ്വദിക്കാൻ പറ്റുന്ന ഉറപ്പാണ്. അപ്പൊ ആദ്യം ആ പാട്ടിന്റെ ഇൻട്രൊഡക്ഷന് ശേഷം നമുക്ക് ആ പാട്ടിലേക്ക് പോവാം. മുൻപ് സൂചിപ്പിച്ചതുപോലെ പാട്ടുകൾ കുറവായിരുന്ന ചില കാലഘട്ടങ്ങളുണ്ടായിരുന്നു ജയേട്ടന്. അത്തരത്തിലൊരു കാലഘട്ടത്തിൽ ഹിറ്റ് ഗാനങ്ങൾ നൽകി അദ്ദേഹത്തെ സഹായിച്ച സംഗീത സംവിധായകനാണ് വിദ്യാസാഗർ. നിറം എന്ന ചിത്രത്തിലെ ഗാനങ്ങൾ ഉൾപ്പെടെ നിരവധി മറ്റ് ഹിറ്റ് ഗാനങ്ങൾ. 2001 പുറത്തിറങ്ങിയ രണ്ടാം ഭാവം എന്ന ചിത്രത്തിനു വേണ്ടി ഗിരീഷ് പുത്തഞ്ചേരി രചിച്ച് വിദ്യാസാഗറിൻ്റെ ഈണത്തിൽ
ജയേട്ടൻ ആലപിച്ച മറന്നിട്ടുമെന്തിനോ മനസ്സിൽ തുളുമ്പുന്നു മൗനാനുരാഗത്തിൻ ലോലഭാവം എന്ന ആ ഒരു ഗാനം, പാട്ടിൻ്റെ ലോലഭാവം തന്നെ ഉൾക്കൊണ്ട് ജയേട്ടൻ പാടിയിട്ടുണ്ട്. കേട്ടാലും മറന്നിട്ടുമെന്തിനോ മനസ്സിൽ തുളുമ്പുന്നു മൗനാനുരാഗത്തിൻ ലോലഭാവം. മറന്നിട്ടുമെന്തിനോ മനസ്സിൽ തുളുമ്പുന്നു മൗനാനുരാഗത്തിൻ ലോലഭാവം. കൊഴിഞ്ഞിട്ടുമെന്തിനോ പൂക്കാൻ തുടങ്ങുന്നു പുലർമഞ്ഞുകാലത്തെ സ്നേഹതീരം. പുലർമഞ്ഞുകാലത്തെ സ്നേഹതീരം. മറന്നിട്ടുമെന്തിനോ മനസ്സിൽ തുളുമ്പുന്നു മൗനാനുരാഗത്തിൻ ലോലഭാവം. ഞാനിന്റെ പ്രണയത്തെ വീണ്ടുമെൻ നെഞ്ചോടൊതുക്കി കിടന്നിരുന്നു. കാലൊച്ചയില്ലാതെ വന്നു നീ മെല്ലെ കവിളോടൊരുമ്മി കിടച്ചിരുന്നു. പാതിയും ചിമ്മാത്ത മിഴികളിൽ നനവാർന്ന പാതിയും ചിമ്മാത്ത മിഴികളിൽ നനവാർന്ന ചുണ്ടിനാൽ ചുംബിച്ചിരുന്നിരുന്നു. ചുണ്ടിനാൽ ചുംബിച്ചിരുന്നിരുന്നു. മറന്നിട്ടുമെന്തിനോ മനസ്സിൽ തുളുമ്പുന്നു മൗനാനുരാഗത്തിൻ ലോലഭാവം. കാണാത്ത കവിതകൾ മൂളി പഠിച്ചിരുന്നു. മുറുകാൻ തുടങ്ങുമെൻ നിറയാർന്ന വേളയിൽ മാറോടമർത്തി കൊതിച്ചിരുന്നു. എന്തിനെന്നറിയില്ല ഞാനെന്റെ മുത്തിനെ, എന്തിനെന്നറിയില്ല ഞാനെന്റെ മുത്തിനെ എത്രയോ സ്നേഹിച്ചിരുന്നിരുന്നു. എത്രയോ സ്നേഹിച്ചിരുന്നിരുന്നു. മറന്നിട്ടുമെന്തിനോ മനസ്സിൽ തുളുമ്പുന്ന മൗനാനുരാഗത്തിൻ ലോലഭാവം. കൊഴിഞ്ഞിട്ടുമെന്തിനോ പൂക്കാൻ തുടങ്ങുന്നു പുലർമഞ്ഞുകാലത്തെ സ്നേഹതീരം. പുലർമഞ്ഞുകാലത്തെ സ്നേഹതീരം. മറന്നിട്ടുമെന്തിനോ മനസ്സിൽ തുളുമ്പുന്നു മൗനാനുരാഗത്തിൻ ലോലഭാവം.
മനസ്സിൽ കുറിച്ചിടാൻ ഒരു മനോഹര ഗാനം. ധ്വനിയുടെ മുത്താണ് ശരിക്കും അഞ്ജന. കാരണം ഇപ്പൊ നമ്മൾ പറഞ്ഞാലും അഞ്ജന പാട്ട് പാടാൻ റെഡിയാണ്. അത്രയും ഒരു പാഷനേറ്റ് സിംഗർ ആണ്. പിന്നെ പാട്ടിന്റെ കാര്യം ഞാൻ പ്രത്യേകിച്ച് ആർക്കും പറയേണ്ട കാര്യമില്ല. നിങ്ങൾ എല്ലാവരും കേട്ട് അടുത്ത ഐറ്റം എന്താണെന്നുള്ള പോലും മറന്നിരിക്കുന്ന പോലെ അത്രയും ഒരു ആ ഒരു ശബ്ദത്തിന്റെ ഒരു മാധുര്യം അഞ്ജനയ്ക്ക് അത് ദൈവം അനുഗ്രഹിച്ച ഒരു കാര്യമാണ്. രാജി, അഞ്ജന ഒന്ന് വീഡിയോ ഓണാക്കിയ എല്ലാവർക്കും കാണായിരുന്നു അല്ലേ? കാണട്ടെ അഞ്ജന. അഞ്ജന അതിന് എങ്ങനെയെങ്കിലും അഞ്ജന ഒരു പാട്ട് ഒപ്പിച്ചു തരും. അയ്യോ ഭയങ്കര സന്തോഷം കേട്ടോ അഞ്ജന. ഒരു എനിക്ക് ശരിക്കും ഒരു അസറ്റ് ആണ് അഞ്ജന. ഓക്കെ, അടുത്തതായിട്ട് നമുക്ക് നമ്മുടെ ഏറ്റവും പ്രായം കൂടിയ കുടുംബാംഗമാണ് ധ്വനിയിലെ. 1967-71 ബാച്ച് ഇലക്ട്രിക്കൽ ആണ്. കൃഷ്ണകുമാർ കുറുപ്പത്ത്. കൃഷ്ണകുമാർ സാറാണ്. സാറ് കേരള ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിലും സെൻട്രൽ ഇലക്ട്രിസിറ്റി അതോറിറ്റിയിലും NTPCയിലും വർക്ക് ചെയ്തിട്ട് ഇപ്പോ പവർ ഗ്രിഡിൽ നിന്ന് ജനറൽ മാനേജർ ആയിട്ട് റിട്ടയർ ചെയ്തതാണ് സാറ്. 67-71 ബാച്ച് ആണ്. സാറിന് ഒരു പാട്ടിനോടുള്ള ആ ഒരു മമത അല്ലെങ്കിൽ സാറിന് പാട്ടിനോടുള്ള ആ ഒരു പാഷൻ എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അത്രയധികം സാറ് അതിനോട് ഇൻവോൾവ് ആണ് ധ്വനിയിലെ പരിപാടികളിലൊക്കെ തന്നെ. നമുക്ക് സാറിന്റെ പാട്ടിന്റെ ഒരു ഇൻട്രൊഡക്ഷനും കേൾക്കാം, അത് കഴിഞ്ഞിട്ട് പാട്ടും കേൾക്കാം. ജയേട്ടൻ ആദ്യമായിട്ട് ആലപിച്ച ഗാനം കുഞ്ഞാലി മരക്കാർ എന്ന ചിത്രത്തിനു വേണ്ടിയായിരുന്നു, BA ചിദംബരനാഥിൻ്റെ സംഗീതത്തിൽ. എന്നാൽ ആ ചിത്രത്തിന് മുൻപേ റിലീസായി കളിത്തോഴൻ എന്ന മറ്റൊരു ചിത്രം. ഈ ചിത്രത്തിൽ ദേവരായ മാസ്റ്ററുടെ സംഗീതത്തിൽ ജയേട്ടൻ ആലപിച്ച മഞ്ഞലയിൽ മുങ്ങിത്തോർത്തി എന്ന ഗാനം അദ്ദേഹത്തിൻ്റെ ആദ്യം പുറത്തിറങ്ങിയ ഗാനം എന്ന് പറയാം. അതൊരു സുവർണ കാലഘട്ടത്തിൻ്റെ കൂടി തുടക്കമായിരുന്നു. ദേവരായൻ മാസ്റ്ററോടുമൊത്ത് ഉള്ള ഒരു സുവർണ കാലഘട്ടം. മാഷയുടെ പ്രിയ ഗായകനായിരുന്നു ജയേട്ടൻ. ജയേട്ടൻ ഏറ്റവും അധികം ഗാനങ്ങൾ ആലപിച്ചതും ദേവരായ മാസ്റ്ററുടെയാണ്. ഏതാണ്ട് 170ഓളം ഗാനങ്ങൾ. കളിത്തോഴലിലെ മഞ്ഞലയിൽ മുങ്ങിത്തോർത്തി, അവിടെയാണ് ആ സുവർണ കാലഘട്ടത്തിൻ്റെ ആരംഭം. അത് നമ്മുടെ സംഗീത ലോകത്ത് ഒരു വേറിട്ട ഭാവമധുരമായ ശബ്ദത്തിനാണ് തുടക്കം കുറിച്ചത്. ആ ശബ്ദം അകാലത്തിൽ പൊലിഞ്ഞു പോയതിൽ ഒരുപാട് ദുഃഖം നിങ്ങളെപ്പോലെ എനിക്കും മറ്റനേകം ആളുകൾക്കുമുണ്ട്. ജയേട്ടൻ്റെ ആത്മാവിന് നിത്യശാന്തി നേർന്നുകൊണ്ട് ഈ ധ്വനി അവതരിപ്പിക്കുന്ന ഈ പ്രത്യേക പരിപാടിക്ക് ഒരിക്കൽ കൂടി എല്ലാ ഭാവുകങ്ങളും നേരുന്നു. നന്ദി, നമസ്കാരം.
മാത്രം കണ്ടില്ലല്ലോ, നീ മാത്രം വന്നില്ലല്ലോ, പ്രേമ ചകോരി ചകോരി ചകോരി. കഥ മുഴുവൻ തീരും മുന്നേ യവനികൾ വീഴും മുന്നേ, കഥ മുഴുവൻ തീരും മുന്നേ യവനികൾ വീഴും മുന്നേ, കവിളത്തു കണ്ണീരോടെ കരണത്തിൻ കണ്ണീരോടെ കടന്നുവല്ലോ അവൾ കടന്നുവല്ലോ. മഞ്ഞലയിൽ മുങ്ങിത്തോക്കി അനുമാസ ചന്ദ്രിക വന്നു, നീ മാത്രം കണ്ടില്ലല്ലോ, നീ മാത്രം വന്നില്ലല്ലോ, പ്രേമ ചകോരി ചകോരി ചകോരി. മഞ്ഞലയിൽ മുങ്ങിത്തോക്കി അനുമാസ ചന്ദ്രിക വന്നു, നീ മാത്രം കണ്ടില്ലല്ലോ, മാത്രം വന്നില്ലല്ലോ, പ്രേമ ചകോരി ചകോരി ചകോരി. സാറിന്റെ പാട്ട് എന്തായാലും വളരെ മനോഹരായിരുന്നു. ചെറിയൊരു നെറ്റ്വർക്ക് ഇഷ്യൂ ഉണ്ടെങ്കിലും സാറ് ശരിക്കും പറഞ്ഞാൽ അതില് മുഴുകി പാടുമായിരുന്നു. സാറ് അതിന്റെ ഒരു ഭാവങ്ങളും കൂടി ഉൾക്കൊണ്ടുകൊണ്ട് ഉള്ള പാട്ടായിരുന്നു. നമുക്ക് അടുത്തതായിട്ട് അടുത്ത ഗാനം പാടുന്നത് സുനിൽ കുമാർ. സുനിൽ കുമാറിനെ ഇപ്പൊക്കെ സുനിൽ നെടുങ്ങാടി എന്ന് പറഞ്ഞാലും പലർക്കും അറിയാം. കാരണം പാട്ടുകള് സുനിൽ ആൽബംസ് ആയിട്ടും എല്ലാം ചെയ്യുന്നുണ്ട്. ഇതിലെ 87 ബാച്ച് ഇൻസ്ട്രുമെന്റേഷൻ ആണ്. GM ആയിട്ട് നൈജീരിയയില് ഡെങ്കോട്ടെ റിഫൈനറി ലാഗോസില് വർക്ക് ചെയ്യാണ്. അപ്പൊ സുനിലും ഇതുപോലെ തന്നെ പാട്ട് എന്ന് പറയുമ്പോഴേക്കും സുനിലിന് അതിനോടുള്ളൊരു ഇഷ്ടക്കൂടുതല്. അപ്പൊ അതിന് എന്തും ചെയ്യാൻ റെഡിയായിട്ട് പാടാൻ എപ്പോ പാടാൻ പറഞ്ഞാലും റെഡി ആയിട്ടുള്ള ഒരാൾ തന്നെയാണ് സുനിലും. അപ്പൊ നമുക്ക് സുനിലിന്റെ പാട്ട് കേൾക്കാം. ഏത് പാട്ടാണെന്ന് ആദ്യം അതിന്റെ ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞ് കേൾക്കാം. KPSC എന്ന നാടക കമ്പനി ആദ്യമായി ഒരു ചലച്ചിത്രം നിർമ്മിക്കാൻ തീരുമാനിച്ചു 1974. അതിനായി അവർ ONVയുടെ നീലക്കണ്ണുകൾ എന്ന കഥാകാവ്യത്തെ ആസ്പദമാക്കി ഒരു നറേറ്റീവ് തയ്യാറാക്കുകയും ചെയ്തു. SL പുരം സദാനന്ദനാണ് തിരക്കഥ രചിച്ചത്. ഗാനങ്ങൾ ONVയും വയലാറും ചേർന്നു. സംഗീതം KPSCയുടെ എക്കാലത്തെയും പ്രിയപ്പെട്ട ദേവരാജൻ മാസ്റ്റർ. ഈ ചിത്രത്തിലെ ഗാനങ്ങളെല്ലാം അന്ന് വളരെ പോപ്പുലറായിരുന്നു. എന്നാലും അതിൽ ജയേട്ടൻ ആലപിച്ച ഒരു ഗാനം ചില വ്യത്യസ്തതകൾ കൊണ്ട് അവിസ്മരണീയമാണ്. ഗാനത്തിൻ്റെ പശ്ചാത്തലത്തിലെ ദുഃഖം മുഴുവനും അതിൻ്റെ സംഗീതത്തിലും ജയേട്ടൻ്റെ ആലാപനത്തിലും നമുക്ക് അനുഭവപ്പെടുന്നുണ്ട്. ആ ഗാനമിതാ.
തങ്കത്തളിരിലകൾ താലോലം പാടിപ്പാടി പൊന്തിരി തീറുക്കുന്ന വനഭൂമി. തങ്കത്തളിരിലകൾ താലോലം പാടിപ്പാടി പൊന്തിരി തീറുക്കുന്ന വനഭൂമി. നീലവിശാലതയെ തൊട്ടുഴിയുവാൻ പച്ചത്താലങ്ങളുയർത്തുമി തീരഭൂമി. ഇവിടെ നിൻ കാൽത്തളകൾ തളരുന്നുവോ, ഇവിടെ നിൻ കളഗീതമിടറുന്നുവോ, ഇടറുന്നുവോ, ഇടറുന്നുവോ. കല്ലോലിനി വനകല്ലോലിനി നിൻ തീരത്തു വിടരും ദുഃഖപുഷ്പങ്ങളെ താരാട്ടുപാടിയുറക്കൂ, ഉറക്കൂ കല്ലോലിനി. പൊങ്കലും പൊന്നോണവും സംക്രമസന്ധ്യകളും എങ്ങോ പറന്നകന്ന മരുഭൂമി. പൊങ്കലും പൊന്നോണവും സംക്രമസന്ധ്യകളും എങ്ങോ പറന്നകന്ന മരുഭൂമി. തേയിലക്കൊളുന്തുപോൽ ജീവിത കുരുന്നുകൾ വേനലിലേറിയുമി ഉഷ്ണഭൂമി. ഇവിടെ നിൻ പൂത്തളിക ഒഴിയുന്നുവോ, ഇവിടെ നിൻ ബാഷ്പബിന്ദു പുകയുന്നുവോ, പുകയുന്നുവോ, പുകയുന്നുവോ. കല്ലോലിനി വനകല്ലോലിനി നിൻ തീരത്തു വിടരും ദുഃഖപുഷ്പങ്ങളെ താരാട്ടുപാടിയുറക്കൂ, ഉറക്കൂ കല്ലോലിനി. സുനിലിന്റെ പാട്ട് പിന്നെ പ്രത്യേകിച്ച് പറയണ്ടല്ലോ. പാട്ടിനെ പറ്റി എല്ലാവർക്കും സുനിൽ പഠിച്ച കാലഘട്ടത്തില് സുനിലിനെ എല്ലാവർക്കും അറിയാം, ഇപ്പോഴും സുനിലിനെ അറിയാം എല്ലാവർക്കും. പാട്ടിന് കുറച്ചിടയിൽ ഒരു ഡിസ്റ്റർബൻസ് വന്നു, എന്നാലും കേട്ട ഭാഗങ്ങൾ മതിയല്ലോ കേൾക്കാത്ത ഭാഗത്തിനെ പറ്റി അസസ് ചെയ്യാനായിട്ട്. അപ്പൊ അത് നമ്മുടെ ഒരു ഇഷ്യൂസ് വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് നമ്മുടെ കൺട്രോളിലില്ലാത്ത കാര്യമാണ്. ശ്രീജിത്തിനും ഒന്നും ചെയ്യാൻ പറ്റിയില്ല. അടുത്ത പാട്ടുകൾക്കും അങ്ങനെ വരാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അടുത്തതായി നമുക്ക് സജി പി വർഗീസ് 1980-85 ബാച്ച് ആണ്, ഇലക്ട്രിക്കൽ ആണ്, ഇലക്ട്രിക്കൽ ഡിപ്പാർട്ട്മെന്റ് അറ്റ് ശരികാന്തി എഞ്ചിനീയറിംഗ് ആൻഡ് കൺസൾട്ടൻസ് കൊച്ചി, HOD ആണ് അവിടുത്തെ. പിന്നെ ലീഡ് ഇലക്ട്രിക്കൽ എഞ്ചിനീയർ ഇൻ പെൻസ്പെൻ ടെബോഡിൻ, ഫോർമർ ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർ ഇൻ ഫാക്ട് FACT. ഇത്രയൊക്കെയാണ് അദ്ദേഹത്തിന്റെ ഓക്യുപ്പേഷൻ. ഫോർമർ ലീഡ് ആണ് കേട്ടോ, ഫോർമർ ലീഡ് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് പെൻസ്റ്റൺ ആണ്. അപ്പോ സാറിന്റെ പാട്ട് നമുക്ക് കേൾക്കാം. അതിന്റെ കൂട്ടത്തില് നമ്മുടെ സുന്ദരമായ ഒരു ഇൻട്രൊഡക്ഷനും കൂടെ. ദക്ഷിണാമൂർത്തി സ്വാമിയുടെ സംഗീതം പ്രധാനമായും രണ്ട് കൈവഴികളിലൂടെയാണ് ഒഴുകുന്നത്. ഒന്ന്, ശുദ്ധമായ ശാസ്ത്രീയ സംഗീതത്തിൽ അധിഷ്ഠിതമായ പാരമ്പര്യ സംഗീതത്തിൻ്റെ ചുവട് പിടിച്ചുള്ള സംഗീതം പകർന്ന ഗാനങ്ങൾ. രണ്ട്, നമ്മുടെ നാടോടി സംഗീതത്തിൻ്റെ അലകളിലൂടെ ഒഴുകുന്ന ചില ഗാനങ്ങൾ. ശാസ്ത്രം ജയിച്ചു മനുഷ്യൻ തോറ്റു എന്ന ചിത്രത്തിൽ ജയേട്ടൻ ആലപിച്ച ഈ ഒരു ഗാനം
രണ്ടാമത്തെ ഗണത്തിൽ പെടുന്നതാണെങ്കിൽ പോലും അതിൽ നമ്മുടെ പരമ്പരാഗതമായ സംഗീതത്തിൻ്റെ അംശങ്ങളും മെലഡിയുടെ അംശങ്ങളും എല്ലാം സ്വാമി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇത്തരം ഗാനങ്ങൾ പാടുമ്പോൾ ജയേട്ടന് ഒരു പ്രത്യേക ശബ്ദവിന്യാസമുണ്ട്, ഒരു വോയിസ് മോഡുലേഷൻ. അത് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. ആ ഗാനത്തെ കൂടുതൽ അനുഭവയോഗ്യമാക്കുന്ന ഒരു ആലാപന ശൈലി. കേട്ടാലും ചന്ദനത്തിൽ കടഞ്ഞെടുത്ത സുന്ദരി ശില്പം. ചന്ദനത്തിൽ കടഞ്ഞെടുത്തൊരു സുന്ദരി ശില്പം, മഞ്ഞുതുള്ളികൾ കഴുകിയൊഴുകും മധുരഹേ മന്ദം. പ്രിയയോ കാമശിലയോ നീയൊരു പ്രണയഗീതകമോ, ചന്ദനത്തിൽ കടഞ്ഞെടുത്തൊരു സുന്ദരി ശില്പം. ഗാനമേ നിൻരാഗഭാവം താമര കനുവാ, ഇതളിത്തുണരും താളലയങ്ങൾ, ഇതളിത്തുണരും താളലയങ്ങൾ, ഈറൻ പൂന്തുകിലായി. രതിയോ രാഗനദിയോ നീ സുഖ രംഗസോപാനമോ, ചന്ദനത്തിൽ കടഞ്ഞെടുത്തൊരു സുന്ദരി ശില്പം. ഓമനേ നിൻ മന്ദഹാസം പൂനില കുളിരാ, കുങ്കുമമണിയും ലോലകപോലം, കുങ്കുമമണിയും ലോലകപോലം, സന്ധ്യാമലരിതളായി. മധുവോ പ്രേമനിധിയോ നീ സുഖ സ്വർഗവാസന്തമോ, ചന്ദനത്തിൽ കടഞ്ഞെടുത്തൊരു സുന്ദരി ശില്പം. മഞ്ഞുതുള്ളികൾ കഴുകിയൊഴുകും മധുരഹേ മന്ദം. പ്രിയയോ കാമശിലയോ നീയൊരു പ്രണയഗീതകമോ, ചന്ദനത്തിൽ കടഞ്ഞെടുത്തൊരു സുന്ദരി ശില്പം. സജി, എല്ലാവരും എഴുതിയിട്ടുണ്ട്. ഈ ഒരു പാട്ട് അത്രയും ഒരു ഭംഗിയുള്ള പാട്ടാണ്. ഇത് കേൾക്കാത്തവരും കൂടെ മൂളി പാടാത്തവരുമായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അത്രയും ഒരു സോഫ്റ്റ് ആയിട്ടുള്ള പാട്ട്. അത് സജിയാണെങ്കിൽ ഏറ്റവും ഇങ്ങനെ ഒരു വളരെ എഫേർട്ട്ലെസ് ആയിട്ട് പാടി. ശരിക്കും പറഞ്ഞാൽ വളരെ ഭംഗിയായിട്ടുണ്ടായിരുന്നു. ഓരോന്നും അതിന്റെ ഓരോരോ പൊസിഷനും നന്നായിട്ട് എടുത്തു. അപ്പൊ നമുക്ക് സജി അതുപോലെ ഈ പാടുന്നവരെല്ലാം ഒന്ന് വീഡിയോയിൽ വന്ന ആ സമയത്തൊന്ന് വീഡിയോയിൽ വന്നാൽ നന്നായിരിക്കും. സജി,
ഓക്കെ, നമുക്ക് അടുത്ത പാട്ടിലേക്ക് പോവാം. അടുത്ത നമുക്ക് വീണ്ടും അഞ്ജനയുടെ മനോഹര ശബ്ദത്തിൽ ഒരു പാട്ട് കൂടി കേൾക്കാം. പ്രായം തളർത്താത്ത ശബ്ദമായിരുന്നു ജയേട്ടൻ്റേത്. എൻ്റെ 5 കോമ്പസിഷൻസ് അദ്ദേഹത്തിൻ്റെ ശബ്ദത്തിൽ റെക്കോർഡ് ചെയ്യാനുള്ള ഭാഗ്യം എനിക്കുണ്ടായിട്ടുണ്ട്. പലരും അഹങ്കാരി, ക്ഷിപ്രകോപി എന്നെല്ലാം മുദ്രകുത്തിയ ആ ഗായകൻ അതിന് വിപരീതമായി എത്രയും സ്നേഹത്തോടെ, വാത്സല്യത്തോടെ, സഹകരണത്തോടെ എന്നെപ്പോലെ ഒരു ചെറിയ കലാകാരൻ്റെ ഗാനങ്ങൾക്ക് തൻ്റെ ശബ്ദത്തിലൂടെ ജീവൻ പകരുകയും അനുഗ്രഹിക്കുകയും ചെയ്യുന്നത് വിസ്മയത്തോടെ കണ്ടും കേട്ടും നിന്ന് പോയിട്ടുണ്ട് ഞാൻ. ഒടുവിൽ രോഗം തളർത്തിയപ്പോൾ മാത്രമാണ് അദ്ദേഹത്തിൻ്റെ ശബ്ദത്തിന് ഒരു നേരിയ ഇടർച്ച വന്നത്. 1983 എന്ന ചിത്രത്തിൽ ഹൈസ്കൂളിൽ പഠിക്കുന്ന ഒരു കഥാപാത്രത്തിന് വേണ്ടിയാണ് ജയേട്ടൻ ഈ ഒരു ഗാനം അദ്ദേഹത്തിൻ്റെ ശബ്ദത്തിൽ പാടിയത്. അത് അദ്ദേഹത്തിൻ്റെ ശബ്ദത്തിൻ്റെ നിത്യയൗവനത്തിന് ദൃഷ്ടാന്തമാണ്. കൂടെ പാടുന്ന വാണിയമ്മയ്ക്കും ആ വിശേഷണം ചേരും. അവർ രണ്ടുപേരും ചേർന്ന് ആലപിച്ച ഈ ഒരു യുഗ്മഗാനം നമുക്ക് കേൾക്കാം. മൂലഞ്ഞാലിക്കുരുവി ഇളം കാറ്റിലാടി വരൂ നീ, കൂട്ടുകൂടി കിണുങ്ങി മിഴിപ്പേലി മെല്ലെ തഴുകി, മൂലഞ്ഞാലിക്കുരുവി ഇളം കാറ്റിലാടി വരൂ നീ, കൂട്ടുകൂടി കിണുങ്ങി മിഴിപ്പേലി മെല്ലെ തഴുകി, നറുചിരി നാലുമണി പൂവ് പോൽ വിരിഞ്ഞവോ, ചെറുമഷി തണ്ട നീട്ടി വന്നടുത്തു നിന്നോ, മണിമധുരം നുണയും കനവിൽ മഴയിലോ നനയും മൂലഞ്ഞാലിക്കുരുവി ഇളം കാറ്റിലാടി വരൂ നീ, കൂട്ടുകൂടി കിണുങ്ങി മിഴിപ്പേലി മെല്ലെ തഴുകി, നറുചിരി നാലുമണി പൂവ് പോൽ വിരിഞ്ഞവോ, ചെറുമഷി തണ്ട നീട്ടി വന്നടുത്തു നിന്നോ, മണിമധുരം നുണയും കനവിൻ മഴയിലോ നനയും കാറ്റിലാടി വരൂ നീ, കൂട്ടുകൂടി കിണുങ്ങി മിഴിപ്പേലി മെല്ലെ തഴുകി.
കാറ്റിലാടി വരൂ നീ കൂട്ടുകൂടിക്കണം നീ മിഴിപീലി മെല്ലെ തഴുകി നറുചിരി നാലുമണി പൂവ് പോൽ വിരിഞ്ഞു ചെറുമഷിത്തണ്ട് നീട്ടി വന്നെടുത്തു നിന്നു മണിമധുരം നുണയും കനവിൻ മഴയിലും നനയും ൂലഞ്ഞാടിക്കുരുവി ഇളം കാറ്റിലാടി വരൂ നീ കൂട്ടുകൂടിക്കണം മിഴിപീലി മെല്ലെ തഴുകി. അഞ്ജനയുടെ പാട്ടിനെ പറ്റി ഒന്നും പറയാനില്ല. കമന്റ്സ് തന്നെ കണ്ടാൽ നമുക്കൊക്കെ അറിയാം. ഇത്രയും സുഖമുള്ള ഒരു ശബ്ദം, ഇത്രയും ഭംഗിയായി പാടി അഞ്ജന. അടുത്തതായിട്ട് നമുക്ക് വീണ്ടും സുനിലിന്റെ ഒരു പാട്ട് കേൾക്കാം. സുനിലിന്റെ പാട്ടിന് ഒരു ഇൻട്രൊഡക്ഷൻ രാജീവ് സാർ തരും. അത് കഴിഞ്ഞ് നമുക്ക് സുനിലിന്റെ പാട്ട് കേൾക്കാം. ബഹുമുഖ പ്രതിഭയായ ശ്രീകുമാരൻ തമ്പി പല ചലച്ചിത്രങ്ങളും സ്വന്തമായി നിർമ്മിക്കുകയും ഒപ്പം സംവിധാനവും ഗാനരചനയും ഒക്കെ നിർവഹിക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു ചിത്രമാണ് ചന്ദ്രകാന്തം. തമ്പി സാറിൻ്റെ തന്നെ ഗാനങ്ങൾക്ക് സംഗീതം പകർന്നത് MS വിശ്വനാഥനാണ്. ഗാനങ്ങൾ കൊണ്ട് സമ്പന്നമായിരുന്നു ഈ ചിത്രം എന്ന് വേണമെങ്കിൽ പറയാം. 12ഓളം ഗാനങ്ങൾ ഈ ചിത്രത്തിലുണ്ടായിരുന്നു. ഇതിൽ ജയേട്ടൻ പാടിയ മനോഹരമായ ഒരു പ്രണയഗാനമുണ്ട്. ഒരു താരാട്ടിൻ്റെ രൂപഭംഗിയുള്ള പ്രണയഗാനം. കാപ്പിരാഗത്തിൽ MSV ചിട്ടപ്പെടുത്തിയ ആ ഗാനം ജയേട്ടൻ്റെ ആലാപന ചാതുരി കൊണ്ട് എത്രയും ഹൃദ്യമായ ഒരു അനുഭവമായിട്ട് മാറുന്നു. നിങ്ങൾക്കും അങ്ങനെ തന്നെ ആയിരിക്കും. ആ ഗാനം കേട്ടാലും. രാജീവനയനേ നീയുറങ്ങൂ, രാഗവിലോലേ നീയുറങ്ങൂ. രാജീവനയനേ നീയുറങ്ങൂ, രാഗവിലോലേ നീയുറങ്ങൂ. ആയിരം ചുംബന സ്മൃതി സുമങ്ങൾ അധരത്തിൽ ചാർത്തി നീയുറങ്ങൂ. ആയിരം ചുംബന സ്മൃതി സുമങ്ങൾ അധരത്തിൽ ചാർത്തി നീയുറങ്ങൂ. അധരത്തിൽ ചാർത്തി നീയുറങ്ങൂ. രാജീവനയനേ നീയുറങ്ങൂ, രാഗവിലോലേ നീയുറങ്ങൂ. എൻ പ്രേമഗാനത്തിൻ ഭാവം നിന്നീല കൺപീലിയായി. എൻ പ്രേമഗാനത്തിൻ ഭാവം നിന്നീല കൺപീലിയായി. എൻ കാവ്യശബ്ദാലങ്കാരം നിന്നാവിൽ കിളിക്കൊഞ്ചലായി. നിന്നാവിൽ കിളിക്കൊഞ്ചലായി. ആരീരാരോ 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 ആരീരാരോ. രാജീവനയനേ നീയുറങ്ങൂ, രാഗവിലോലേ നീയുറങ്ങൂ.
ഭൂമിയെ നോക്കി ഉറങ്ങാത്ത നീലാംബരം പോ ഉറങ്ങുന്ന ഭൂമിയെ നോക്കി ഉറങ്ങാത്ത നീലാംബരം പോ അഴകേ നിൻ കുളിർമാല ചൂടി അരികത്തുറങ്ങാതിരിക്കാം അരികത്തുറങ്ങാതിരിക്കാം ആരീരരോ 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 രാജീവനയനേ നീ ഉറങ്ങൂ രാഗവിലോലേ നീ ഉറങ്ങൂ ആയിരം ചുംബന സ്മൃതി സുമങ്ങൾ അധരത്തിൽ ചാർത്തി നീയുറങ്ങൂ അധരത്തിൽ ചാർത്തി നീയുറങ്ങൂ ആരീരരോ 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 ആരീരരോ. സുനിൽ വളരെ നന്നായി പാടി. ഉറങ്ങിപ്പോയിന്ന് തോന്നുന്നുണ്ട് നമ്മളൊക്കെ. ഉറങ്ങിപ്പോകുന്നെന്ന് വിചാരിച്ചു. അവസാനം ഇനി കുറച്ചു പ്രാവശ്യം കൂടി ആരീരാരോ പാടിയ ഉറങ്ങിപ്പോവായിരുന്നു. അങ്ങനെ അത്രയും ആ ഒരു സൂത്ത് എഫക്റ്റ് ആയിരുന്നു ശരിക്കും. നമ്മള് ഈ ഇന്നത്തെ പ്രോഗ്രാമില് നമുക്കറിയാം, നമ്മള് ജയചന്ദ്രൻ എല്ലാവരും സോങ്സ് സെലക്ട് ചെയ്തത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണവർക്കൊക്കെ അറിയാം. ഓരോന്നും ഒന്നിനൊന്ന് മെച്ചമായിട്ടുള്ള പാട്ടുകളാണ്. അതിന്റെ ഒരു ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സോങ്സ് ആണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. അതിന് ശരിക്കും പറഞ്ഞാൽ സിംഗേഴ്സിനോട് അവർ തന്നെ സെലക്ട് ചെയ്ത സോങ്സ് ആണ്, അവരെ അപ്രിഷിയേറ്റ് ചെയ്യേണ്ടതാണ്. നമുക്ക് അടുത്ത പാട്ട് ഷെനായുടെ ഒരു പാട്ട് കേൾക്കാം. ശ്രീകുമാരൻ തമ്പിയും അർജുനൻ മാഷും ഒരു കാലഘട്ടത്തിലെ ഹിറ്റ് ഗാനങ്ങളുടെ ശില്പികളായിരുന്നു. സംഗീതരംഗത്ത് മാഷ് എന്ന് വിളിക്കാവുന്നവരുടെ പട്ടികയിൽ അവസാനത്തെ മാഷായിട്ടാണ് ജയേട്ടൻ അർജുനൻ മാസ്റ്ററെ കരുതിയിരുന്നത്. അദ്ദേഹമാണ് അവസാനത്തെ മാഷ്. പിന്നെയുള്ളവർ നല്ല സംഗീത സംവിധായകരായിരിക്കാം, പക്ഷേ അവരെ ഒന്നും മാഷായി കണക്കാക്കിയിട്ടില്ല എന്ന് ജയേട്ടൻ പറഞ്ഞു. ഈ കൂട്ടുകെട്ടിൽ വിരിഞ്ഞ ഒരുപാട് നല്ല ഗാനങ്ങളിൽ പലതും ജയേട്ടൻ്റെ ശബ്ദത്തിലാണ് പുറത്തിറങ്ങിയിട്ടുള്ളത്. നിലവാരമില്ലാത്ത പല ചിത്രങ്ങളിലെയും വിസ്മൃതിയിലാണ്ടുപോയ ചിത്രങ്ങളിലെയും ഇന്നും ജീവിക്കുന്ന നല്ല ഗാനങ്ങൾ. അങ്ങനെ ഒരു ചിത്രം CID നസീർ. അതിലെ ഈ അവിസ്മരണീയമായ ഗാനം ഇതാ. നിൻമണിയറയിലെ നിർമ്മല ശയ്യയിലെ നീല നീരാളമായി ഞാൻ മാറിയെങ്കിൽ ചന്ദന മണമൂറും നിന്ദേഹ മലർവല്ലി എന്നുമെ വിരിമാറിൽ പടരുമല്ലോ. നിൻമണിയറയിലെ നിർമ്മല ശയ്യയിലെ നീല നീരാളമായി ഞാൻ മാറിയെങ്കിൽ ചന്ദന മണമൂറും നിന്ദേഹ മലർവല്ലി എന്നുമെ വിരിമാറിൽ പടരുമല്ലോ. പുണ്യവതി നിന്റെ പൂങ്കാവനത്തിലൊരു പുഷ്പശലഭമായി ഞാൻ പറന്നുവെങ്കിൽ പുണ്യവതി നിന്റെ പൂങ്കാവനത്തിലൊരു
പുഷ്പശലഭമായി ഞാൻ പറന്നുവെങ്കിൽ ശൃംഗാരമധൂറും നിൻരാഗപാനപാത്രം എന്നുമെന്നതരത്തോടടുക്കുമല്ലോ. നിൻമണിയറയിലെ നിർമ്മല ശയ്യയിലെ നീല നീരാളമായി ഞാൻ മാറിയെങ്കിൽ ചന്ദന മണമൂറും നിന്ദേഹമലർവല്ലി എന്നുമെ വിരിമാറി പടരുമല്ലോ. ഇന്ദുവദനെ നിന്റെ നീരാട്ടുകടവിലെ ഹിന്ദി വരങ്ങളായി ഞാൻ വിടന്നുവെങ്കിൽ ഇന്ദുവദനി നിന്റെ നീരാട്ടുകടവിലെ ഹിന്ദി വരങ്ങളായി ഞാൻ വിടന്നുവെങ്കിൽ ഇന്ദ്രനീലാവതൂകും നിൻമലർവിഴിയുമായി സുന്ദരിയങ്ങനെ ഞാനിടങ്ങുമല്ലോ. നിൻമണിയറയിലെ നിർമ്മല ശയ്യയിലെ നീല നീരാളമായി ഞാൻ മാറിയെങ്കിൽ ചന്ദന മണമൂറും നിന്ദേഹമലർവല്ലി എന്നുമെ വിരിമാറിൽ പടരുമല്ലോ. ഷെണായി സാറുടെ പാട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കമന്റ്സിൽ തന്നെ മനസ്സിലാവുന്നുണ്ട്. സാറിന്റെ ഭയങ്കര ഡെഡിക്കേഷൻ ആണ്. ഫനി കുടുംബത്തിനോട് തന്നെ ഭയങ്കര കമ്മിറ്റഡ് ആണ് സാർ. എപ്പോഴും എന്താവശ്യം ഉണ്ടെങ്കിലും നമുക്ക് പറ്റാത്തത് എന്തുണ്ടെങ്കിലും സാറിന്റെ അടുത്ത് പറഞ്ഞാൽ സാർ അപ്പ ഹെൽപ്പിന് റെഡിയാണ്. രാത്രിയാണെങ്കിലും പകലാണെങ്കിലും സാർ അത് ധ്വനി കുടുംബത്തിനൊരു അത്രയും സാറിന്റെ ഒരു സ്നേഹം നമുക്ക് കിട്ടുന്നുണ്ട്. നമുക്ക് അങ്ങോട്ടും അറിയിക്കുകയാണ് സാറ്. അതെ അതെ, ടെക്നിക്കൽ കാര്യങ്ങളിലൊക്കെ സാറ് ഭയങ്കര ഇൻവോൾവ് ആണ്. നമുക്ക് എന്തെങ്കിലും കറക്റ്റ് ചെയ്ത് തരാനും ഒക്കെ ആയിട്ട്. അടുത്തതായിട്ട് നമുക്ക് സജി സാറിന്റെ ഇങ്ങനെ ഒരു അവസരം കിട്ടുന്നത് തന്നെ വലിയ കാര്യമാണ്. അപ്പോൾ എല്ലാവർക്കും, ഇതിന്റെ സംഘാടകർക്കും രാജിക്കും ഉമയ്ക്കും ശ്രീജിത്തിനും ബാക്കിയുള്ളവർക്കൊക്കെ വളരെ വളരെ നന്ദിയുണ്ട്. ഞങ്ങളെപ്പോലുള്ള കലാകാരന്മാരെ ഒതുങ്ങിക്കൂടുന്നതിന് പകരം ഞങ്ങളെയൊക്കെ വെളിച്ചത്തിൽ കൊണ്ടുവന്ന് എല്ലാരെയും കാണിക്കുന്നതിൽ വളരെ നന്ദിയുണ്ട്. ഇറ്റ് വാസ് എ വണ്ടർഫുൾ പെർഫോമൻസ് സാർ. മോഹനരാഗത്തിനെ ഇതിൽ കൂടുതൽ നന്നായിട്ട് അവതരിപ്പിക്കാൻ പറ്റില്ല. പല പാട്ടുകളും മോഹനരാഗത്തിലെ ജയചന്ദ്രന്റെ ഉണ്ട്. ഇന്ന് സാറിന്റെ പാട്ട് ഇറ്റ് ടുക്ക് ഇറ്റ് അൺലിമിറ്റഡ് ബ്ലോസമിങ് ഓഫ് മോഹനരാഗം വളരെ നന്നായിരുന്നു. ഭാവങ്ങളൊക്കെ വളരെ നന്നായിരുന്നു. താങ്ക് യു. താങ്ക് യു സാർ. താങ്ക് യു വെരി മച്ച് സാർ. അടുത്തതായിട്ട് നമുക്ക് സജി സാറിന്റെ ഒരു പാട്ട് കേൾക്കാം. ഈ പാട്ട് എല്ലാവരുടെ മനസ്സിലും എപ്പോഴും കത്തിക്കളിക്കുന്ന ഒരു പാട്ടാണ്. പി ജയചന്ദ്രൻ എന്ന് പറയുമ്പോൾ ഒന്നിനി ശ്രുതി താഴ്ത്തി പാടുക പൂങ്കുയിലെ ആ മനോഹര ഗാനം നമുക്ക് കേൾക്കാം. ജയേട്ടൻ്റെ സംഗീത പരിപാടികളിൽ മിക്കവാറും സ്ഥിരമായി ഉൾപ്പെടുത്തിയിരുന്ന ചില ഗാനങ്ങളുണ്ട്. അതിലൊന്നാണ് ഒന്നിനി ശ്രുതി താഴ്ത്തി എന്ന് തുടങ്ങുന്ന ഗാനം. അത് പാടിയിട്ടില്ലെങ്കിൽ സദസ്സ് ആ ഗാനം നിർബന്ധപൂർവം ആവശ്യപ്പെട്ട് പാടിക്കുമായിരുന്നു അത്രേ. 3 പതിറ്റാണ്ടുകൾക്ക് മുൻപ് ദൂരദർശൻ കേന്ദ്രത്തിന് വേണ്ടി അച്ഛൻ എഴുതി ദേവരാജൻ മാസ്റ്റർ ഈണമിട്ട ഈ ഒരു ലളിതഗാനം പിൽക്കാലത്ത് ഒരു ചലച്ചിത്ര ഗാനത്തിനേക്കാൾ അധികം ജനശ്രദ്ധ ആകർഷിച്ചു. എന്താണ് ഈ പാട്ടിൻ്റെ പ്രത്യേകത? ഒരിക്കൽ ജയേട്ടൻ തന്നെ അതിന് ഉത്തരം നൽകി. മാവേലിക്കരയിൽ ഒരു മരണ വീട്ടിൽ ജയേട്ടൻ ചെന്നപ്പോൾ അവിടെ മരിച്ചയാളുടെ ദേഹം കിടത്തിയ ആ മുറിയിൽ ഈ ഗാനം ആവർത്തിച്ച് പ്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈ പാട്ട് ഇപ്പോൾ എന്തിനാണ് അത് ഞാൻ വന്നതുകൊണ്ടാണോ ഇങ്ങനെ പ്ലേ ചെയ്യുന്നതെന്ന് ചോദിച്ചപ്പോൾ വീട്ടുകാർ പറഞ്ഞത് മരിച്ചയാളുടെ ആഗ്രഹം അതായിരുന്നു അത്രേ. എനിക്ക് കിട്ടിയ ഏറ്റവും വിലമതിപ്പുള്ള ഒരു അവാർഡ് പോലെ തോന്നി എന്ന് ജയേട്ടൻ എന്നോട് പറഞ്ഞു. ഒരു താരാട്ടിൻ്റെ മഞ്ചലേറി വരുന്ന ഭാവസാന്ദ്രമായ ഒരു പ്രണയഗാനം. എത്രയോ ദൂരം എന്നോടൊപ്പം നടന്ന പദപത്മങ്ങൾ എന്ന വരികൾ എത്തുമ്പോഴാണ് അത്
തൻ്റെ പ്രേയസിക്കായി പാടുന്ന ഒരു ഗാനമാണ് എന്ന് നമുക്ക് മനസ്സിലാകുന്നത്. ആ ഗാനം നമുക്ക് കേൾക്കാം. ഒന്നിനി ശ്രുതി താഴ്ത്തി പാടുക പൂങ്കുയിലേ, എന്നോമലുറക്കമായി ഉണർത്തരുതേ, എന്നോമലുറക്കമായി ഉണർത്തരുതേ. ഒന്നിനി തിരിതാഴ്ത്തു ശാരദ നീലാവേ, ഈ കണ്ണിലെ കിനാവുകൾ കെടുത്തരുതേ, കണ്ണിലെ കിനാവുകൾ കെടുത്തരുതേ. ഉച്ചത്തിൽ മിടിക്കൊല്ലേ നീ എൻ്റെ ഹൃദന്തമേ, സ്വച്ഛശാന്തമെന്നോമൽ മയങ്ങിടുമ്പോൾ. ഉച്ചത്തിൽ മിടിക്കൊല്ലേ നീ എൻ്റെ ഹൃദന്തമേ, സ്വച്ഛശാന്തമെന്നോമൽ മയങ്ങിടുമ്പോൾ. എത്രയോ ദൂരമെന്നോടൊപ്പം നടന്ന് പദപത്മങ്ങൾ തരളമായി ഇളവേൽക്കുമ്പോൾ, താരാട്ടിനനുയാത്ര നിദ്രതൻ പടിവരെ, താമര മലർമിഴി അടയും വരെ. താരാട്ടിനനുയാത്ര നിദ്രതൻ പടിവരെ, താമര മലർമിഴി അടയും വരെ. ഒന്നിനി ശ്രുതി താഴ്ത്തി പാടുക പൂങ്കുയിലേ, എന്നോമലുറക്കമായി ഉണർത്തരുതേ, എന്നോമലുറക്കമായി ഉണർത്തരുതേ. രാവും പകലും ഇണചേരുന്ന സന്ധ്യയുടെ സൗവർണ നിറമോലും ഈ മുഖം നോക്കി. രാവും പകലും ഇണചേരുന്ന സന്ധ്യയുടെ സൗവർണ നിറമോലും ഈ മുഖം നോക്കി. കാലത്തിൻ കണികയാമീ ഒരു ജന്മത്തിൻ്റെ ജാലകത്തിലൂടെ ഭാരതയെ നോക്കി ഞാനിരിക്കുമ്പോൾ കേവലാനന്ദ സമുദ്രമൻ പ്രാണനിലല തല്ലി ആർത്തിടുന്നു. ഞാനിരിക്കുമ്പോൾ കേവലാനന്ദ സമുദ്രമൻ പ്രാണനിലല തല്ലി ആർത്തിടുന്നു. ഒന്നിനി ശ്രുതി താഴ്ത്തി പാടുക പൂങ്കുയിലേ, എന്നോമലുറക്കമായി ഉണർത്തരുതേ, എന്നോമലുറക്കമായി ഉണർത്തരുതേ. ഒന്നിനി തിരിതാഴ്ത്തു ശാരദ നീലാവേ, ഈ കണ്ണിലെ കിനാവുകൾ കെടുത്തരുതേ, കണ്ണിലെ കിനാവുകൾ കെടുത്തരുതേ. ഒന്നിനി
ശ്രുതി താഴ്ത്തി പാടുക പൂങ്കുയിലേ, എന്നോമലുറക്കമായി ഉണർത്തരുതേ, എന്നോമലുറക്കമായി ഉണർത്തരുതേ. ഈ ഒരു ഗാനം ശരിക്കും പറഞ്ഞാൽ ചിലരൊക്കെ എന്നോട് ആവശ്യപ്പെട്ടിരുന്നു. നമ്മുടെ ഈ പ്രോഗ്രാമില് ജയചന്ദ്രൻ ഹിറ്റ്സ് ആണെന്ന് പറഞ്ഞപ്പോ ഈ പാട്ട് പാടാൻ റിക്വസ്റ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ചോദിച്ച ഒരു സോങ്ങും കൂടിയാണിത്. അപ്പൊ ഓൾറെഡി അത് സെലക്റ്റഡ് ആയിരുന്നു എന്നുള്ളത് നമുക്ക് സന്തോഷമുള്ള ഒരു കാര്യമാണ്. വളരെ നന്നായിട്ട് സജി അത് പാടി. ഇപ്പൊ നമ്മുടെ ഈ ധ്വനി സിംഗേഴ്സ് അവരുടെ പാട്ടുകള് ഇതോടുകൂടി തീർന്നിരിക്കുകയാണ്. ഇനി നമുക്ക് ഓഡിയൻസിനും കുറച്ച് സമയം കൊടുക്കേണ്ടതുണ്ട്. അതുകൊണ്ട് നമ്മളെല്ലാം ഇതുവരെ പാടിക്കൊണ്ടിരിക്കുന്നവരല്ലാത്തവർക്കും പാടാനുള്ള ഒരു ചാൻസ് കൊടുക്കണം എന്നുള്ളത് കൊണ്ട് നമ്മൾ കുറച്ച് സമയം അതിനു വേണ്ടി വെച്ചിരിക്കുകയാണ്. പക്ഷെ അതിനു മുമ്പായിട്ട് നമ്മുടെ പ്രിൻസിപ്പല് നമ്മുടെ കൂടെ ജോയിൻ ചെയ്തിട്ടുണ്ട്, ഡോക്ടർ രാജീവ് വളരെയധികം പാട്ടിനെ ആസ്വദിക്കുകയും പാട്ട് പാടുകയും ഒരു കഴിഞ്ഞ ധ്വനി പ്രോഗ്രാമിന് ഗസ്റ്റ് ആയിട്ടും പ്രിൻസിപ്പലാണ് വന്നിരുന്നത്. അപ്പോ ഡോക്ടർ രാജീവിനെ നമ്മുടെ ഈ പ്രോഗ്രാമിലേക്ക് സംസാരിക്കാനായിട്ട് ഇൻവൈറ്റ് ചെയ്യും. ടീച്ചറെ കേൾക്കാമോ? ഓഡിയോ കേൾക്കാം? കേൾക്കാം. എല്ലാവർക്കും ആദ്യമേ വലിയ നമസ്കാരം. ഉമ്മ ടീച്ചർ എന്നോട് കൺക്ലൂഡിങ് നോട്ട് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ വളരെ ലാഘവത്തോടെ ഓക്കെ എന്ന് പറഞ്ഞു. പക്ഷെ ഇതൊരു വലിയ ഒരു ഘട്ടത്തിലാണ് എന്നെ കൊണ്ട് എത്തിച്ചിരിക്കുന്നത്. എന്താന്ന് വെച്ചാൽ ഇത് എങ്ങനെ കൺക്ലൂഡ് ചെയ്യും? അത്ര മനോഹരമായിട്ട് ഇങ്ങനെ ഭാവഗായകന്റെ പാട്ടുകൾ ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കുമ്പം അതിനൊരു കൺക്ലൂഷൻ എന്ന് പറയുന്നത് അതിലൊരു കണ്ണിലെ കരട് പോലെ ആകുമോ എന്നൊരു ആശങ്കയുണ്ട്. എന്നാലും ഇപ്പൊ ധ്വനി എനിക്ക് തോന്നുന്നു നമ്മുടെ പുതിയ ഭാരവാഹികളൊക്കെ വന്നിട്ട് കുറച്ചൊരു ലാഗ് വന്നിരുന്നു. അപ്പം സത്യം പറഞ്ഞാൽ ഓരോ ധ്വനി കഴിയുമ്പോഴും അടുത്ത ധ്വനി എന്നാണ് അതാണിരുന്നു ഒരു ചിന്ത. അപ്പൊ ഇതില് എന്തുകൊണ്ടും ഞാൻ പറഞ്ഞല്ലോ, ഒരു യേശുദാസ് പോലൊരു വടവൃക്ഷം ഇങ്ങനെ പടർന്നു പന്തലിച്ച് നിൽക്കുന്ന ഒരു കാലഘട്ടത്തില് സ്വന്തം വേറിട്ട ശബ്ദം കൊണ്ടും ഭാവം കൊണ്ടുമൊക്കെ ആ സംഗീത ലോകത്ത് ഒപ്പം പിടിച്ചു നിൽക്കുക എന്ന് പറയുന്നത് ചില്ലറ കാര്യമല്ല. യേശുദാസ് അദ്ദേഹത്തിന് ഗാനഗന്ധർവന് ശേഷം വന്ന പല ഗായകന്മാരും ജസ്റ്റ് പാട്ടുകൾ പാടി അങ്ങനെ കടന്നു പോയപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു രീതിയിൽ സംഗീതത്തിനെ പുതിയ ഒരു ഭാവതലങ്ങളിൽ കൊണ്ടെത്തിക്കാൻ ജയചന്ദ്രൻ സാറിന് സാധിച്ചിട്ടുണ്ട്. അപ്പം അത് കൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ആദരാഞ്ജലി കൊണ്ടുള്ള ഈ പ്രോഗ്രാം എല്ലാവിധ അഭിനന്ദനങ്ങളും അർഹിക്കുന്നു. എനിക്ക് എപ്പോഴും പറയാനുള്ള ഈ ധ്വനി ഇത്രയും മനോഹരമായിട്ട് കൊണ്ടുപോകുന്നതിന്റെ പിന്നിലുള്ള രണ്ട് വ്യക്തിത്വങ്ങളാണ്. ഒന്ന് ഉമാദേവി ടീച്ചർ, ഒന്ന് രാജിമാമാൻ ആണ്. അപ്പൊ അവരുടെ ആ എഫേർട്ട് എത്ര പ്രശംസിച്ചാലും മതിയാവില്ല. ഈ സംഗീതത്തിന്റെ കൂട്ടായ്മ എന്ന് പറയുന്നത് ആർക്കും സംഗീതമായിട്ട് പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റും. പാടുന്ന ആളുകളായിക്കോട്ടെ, പാടാത്ത ആളുകളായിക്കോട്ടെ, ആസ്വാദകരായിട്ടും അല്ലെങ്കിൽ ശ്രോതാവായിട്ടും ഗായകനായിട്ടും ഒക്കെ നമുക്ക് ഈ സംഗീതത്തോട് ചേർന്ന് നിൽക്കാൻ പറ്റും. അപ്പൊ ഈ തരത്തില് ഇങ്ങനെ ഒരു പ്രോഗ്രാമില് എന്നെ ഈ ഒരു കൺക്ലൂഡിങ് നോട്ടായിട്ട് തന്നെ എനിക്ക് പ്രസന്റ് ചെയ്യാൻ ഒരു അവസരം തന്നതിൽ ഈ ധ്വനിയുടെ എല്ലാ മെമ്പേഴ്സിനോടും ഞാൻ നന്ദി അറിയിക്കുന്നു. എൻ്റെ ഒരു ആഗ്രഹം ജയചന്ദ്രൻ സാറിന്റെ ഒരു പാട്ടിന്റെ ഫുള്ളൊന്നും പാടുന്നില്ല, ഒരു ചെറിയൊരു പോർഷൻ ഞാനും പാടാൻ ആഗ്രഹിക്കുകയാണ്. എല്ലാരും ആസ്വദിക്കുമെന്ന് വിചാരിക്കുന്നു. പാടിക്കോട്ടെ? ഓക്കെ. താങ്ക് യു. മേലെ വാനികയിൽ നിന്നും രഥമേറി വന്ന മണിമാരൻ, മണവാട്ടിയായ വരമഞ്ജുളാംഗിയുടെ സ്വന്തമായ നിമിഷം. മേലെ മാളികയിൽ നിന്നും രഥമേറി വന്നു മണിമാരൻ, മണവാട്ടിയായ വരമഞ്ജുളാംഗിയുടെ സ്വന്തമായ നിമിഷം. വരവേൽക്കൂ മൈനേ നിറമംഗളമരുളു കോകിലമേ, സുരഭിലമായൊരു മണിയറമെനയും മധുവന മാനസമേ. ആലിലത്താലിയുമായി വരു നീ തിങ്കളേ ഇതിലേ ഇതിലേ
പൊയ്കയിൽ നാണമൂലും ആമ്പലോ വധുവായരികെ ചന്ദനക്കുറിയണിഞ്ഞും നിറകുങ്കുമത്തിലകമോടെ കനകാങ്കുലീയമണിയുന്ന ദേവസവിദേവിലോല നീയേ ചന്ദനക്കുറിയണിഞ്ഞും നിറകുങ്കുമത്തിലകമോടെ കനകാങ്കുലീയമണിയുന്ന ദേവസവിദേവിലോല നിലാവൊളിയിൽ മുല്ലകളെ യുമായി വരു നീതിലേ ആവണിപ്പൊയ്കൈ നാണമൂലും ആമ്പലോ വധുവായരികെ മാനത്തായ് മുകിലകലെ മറയും ഒരു യാമത്തിൽ അനുരാഗമലിയുമൊരു മാനത്തായ് മുകിലകലെ മറയും ഒരു യാമത്തിൽ അനുരാഗമലിയുമൊരു മാംഗല്യം രാവിൽ ആലിലത്താലിയുമായി വരു നീ തിങ്കൾ ഇതിലേ ആവണിപ്പൊയ്കയിൽ നാണമൂലും ആമ്പലോ വധുവായി അരികെ. താങ്ക് യു സോ മച്ച്. ധ്വനിയിലെ ഇന്ന് പാടിയ എല്ലാ പാട്ടുകളും അതിന്റെ സെലക്ഷൻ കൊണ്ടും പാടിയതിന്റെ മികവിലും എല്ലാം വളരെ ജയചന്ദ്രൻ സാറിന്റെ പാട്ടുകളോട് വളരെ നീതി പുലർത്തി. ഇത്രയും നല്ല സംഗീത കൂട്ടായ്മ നമ്മളിൽ ഉണ്ട്. അതൊരു വലിയ സന്തോഷം. ഈ സംഗീതത്തിന്റെ കൂട്ടായ്മ നമ്മളെ ഏറെ മുന്നോട്ട് കൊണ്ടുപോകട്ടെ. NSS എഞ്ചിനീയറിംഗ് ഗ്രൂപ്പിന്റെ ഈ ഒരു അലുമിനി ഗ്രൂപ്പില് ഈ ഒരു സ്നേഹം നമ്മുടെ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം നമ്മുടെ എല്ലാ വിഷമങ്ങളും സന്തോഷങ്ങളും പങ്കിടാനും നമ്മുടെ ചെറിയ ചെറിയ എന്താ പറയാ നേട്ടങ്ങള് അതൊക്കെ പറയാനും ഒക്കെ ഒരു വേദിയാവട്ടെ. അങ്ങനെ നമ്മുടെ കോളേജ് ഒരു കൂട്ടായ്മയുടെ ശക്തിയിൽ വളരെ ഉയരങ്ങളിലേക്ക് എത്തട്ടെ. അപ്പം അങ്ങനെ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. ആശംസകൾ. നന്ദി, നമസ്കാരം. താങ്ക് യു സോ മച്ച്. താങ്ക് യു സാർ. സാർ ഇവിടെ വന്നതിനും ഒരു പാട്ട് പാടിയതിനും നമ്മളെല്ലാം സാറിന്റെ ഒരു ആശംസകൾ അറിയിച്ചതിനൊക്കെ ഒരുപാട് താങ്ക്സ്. താങ്ക് യു സോ മച്ച്. ഒരു ചെറിയ റിക്വസ്റ്റ് ഉണ്ടായിരുന്നു. നമ്മള് മലയാളം പാട്ട് മാത്രമേ പാടിയുള്ളൂ. ജയചന്ദ്രൻ പാടിയ സൂപ്പർ തമിഴ് സോങ്സ് ഉണ്ട്. അദ്ദേഹം പാടിയ എല്ലാ പാട്ടുകളും സൂപ്പർ ഹിറ്റ് സോങ്സ് ആണ് തമിഴില്. മറ്റേ ചിത്ര ചെവ്വാനം, അതേമാതിരി എന്താ പറയാ മാഞ്ചോലൈ കിളിദാനോ, ഇതൊക്കെ ഉഗ്രൻ പാട്ടുകളാണ്. അദ്ദേഹം പാടിയ എല്ലാ പാട്ടുകളും തമിഴിലെ ഉഗ്രൻ പാട്ടുകളാണ്. ചിത്തിര ചെവ്വാനം എന്റെ ക്യാമറക്ക് ആക്സസ് ഇല്ല കേട്ടോ, അതുകൊണ്ട് പിന്നെ ഒരു അദൃശ്യ ഗായകനായിട്ട് ഞാൻ ഒരു 4 ലൈൻ പാടാം. അതായത് വൈദേഹി കാത്തിരുന്നാൾ എന്നൊരു തമിഴ് സിനിമ, അതില് നമ്മുടെ ജയേട്ടന്റെ പാട്ടുകളൊക്കെ ഹിറ്റായി. രാസാത്തി ഉണ്ണൈ കാണാതെ നെഞ്ച് കാറ്റോട് എന്താണ് കാറ്റോട് പോയ അന്ത പാട്ട്. പിന്നെ ഇൻട്രക്ക് ഏനിന്ത ആനന്ദമേ എന്നൊരു പാട്ടുണ്ട് അതില്. അത് മറ്റേ അഭോഗി രാഗത്തില്. അതിൽ ഒരു 2 ലൈൻ പാടാം. இன்றைக்கு ஏன் இந்த ஆனந்தமே, இன்பத்தில் ஆடுது என் மனமே, கனவுகளின் சுயம்பரமோ, ஓ கண் திறந்தால் சுயம்பரமோ, இன்றைக்கு ஏன் இந்த ஆனந்தமே, பூங்குயில் சொன்னது காதலின் மந்திரம் பூமகள் காதினிலே,
பூவினை தூவிய பாயினில் பெண்மனம் பூத்திடும் வேளையிலே நாயகன் கை தொடவும் வந்த நாணத்தை பெண்விடவும் அங்கத்திலே 7 ஸ்வரம் இன்பத்திலே 100 வரம் மிதந்து மறந்து மகிழ்த்தும் நெஞ்சத்தில் இன்றைக்கு ஏன் இந்த ஆனந்தமே ஏன் Raghu sir should join Dhwani. ഓ താങ്ക് യു. അടുത്ത തവണ പാടണം. അതെ അസലുണ്ട് അസലുണ്ട്. തുടർച്ചയായി റിക്വസ്റ്റ് വരുന്നു അല്ലേ? അതെ Very good. ഈ രാസാത്തി രാസാത്യോന്നയില് അതിനെ പറ്റി ഒരു ഇത് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഈ തേനി അടുത്ത ഒരു പഴയ എന്താ പറയാ ടാക്കീസ്. അപ്പൊ അവിടെ ഇത് ഈ സോങ് പ്ലേ ചെയ്യുമ്പോ അവിടെയുള്ള ആനകളെല്ലാം ഈ പാട്ട് കേൾക്കാൻ വരുത്തറേ. അതൊരു അത്ഭുതമായിട്ട് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അത് എന്തുകൊണ്ടാണ്, ജയേട്ടന്റെ സൗണ്ട് ആണോ അതോ ഇനിയിപ്പോ അതിന്റെ മ്യൂസിക് കോമ്പോണന്റ് ആണോ, ഇളയരാജയുടെ ചില പോർഷൻസിൽ അത് എന്താ പറയാ വേറൊരു ഫ്രീക്വൻസിയിലേക്കൊക്കെ പോകുന്നുണ്ടല്ലോ. മീൻസ് ചിലപ്പോ ആനകൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ഫ്രീക്വൻസി ആയിരിക്കാം, നമുക്കറിയില്ല എന്താ അതിന്റെ സയന്റിഫിക് വശം അറിയില്ല. പക്ഷെ ഇത് നടന്ന സംഭവമാണ്. അവിടെ എപ്പോ ഈ പാട്ട് വെക്കുമ്പോഴും ആനകൾ കൂട്ടത്തോടെ വരുന്നില്ല. വേറെ രസം, ഈ പാട്ട് കഴിഞ്ഞ ഉടനെ ആനകളെല്ലാം തിരിച്ചു പോകുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ദാറ്റ് ഈസ് ട്രൂ. അത് സത്യമായിട്ടുള്ള കാര്യമാണ്. അതില് നമ്മുടെ ജയേട്ടന്റെ കിഴക്കേ പോകും റെയിൽ എന്ന് പറഞ്ഞിട്ട് അതില് ശുദ്ധകന്യാസി രാഗത്തിലെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സോങ് ഉണ്ട് കേട്ടോ. അത് നല്ല ഹിറ്റാണത്. നിങ്ങൾ ഓർമ്മിക്കുന്നുണ്ടാവും. മാഞ്ചോലൈ കിളിതാനോ മാന്താനോ വേപ്പന്തോപ്പിലും നീതാനോ അവളാവരം പൂതാനോ നടை தேர்தானோ சலங்கையில் வரும் இசை தேர்தானோ മാഞ്ചോലൈ കിളിതാനോ മാന്താനോ വേപ്പം തോപ്പ് കുയിലും നീതാനോ. ഇറ്റ്സ് എ വണ്ടർഫുൾ സോങ് കേട്ടോ. കിഴക്കേ പോകും റെയിലില് നല്ല പാട്ടാണ്. രാഗം ശ്രീരാഗം അത് അറ്റംപ്റ്റ് ചെയ്യാനുള്ള ഒരു പേടി കാരണമാണ് എടുക്കാറുള്ളത്. എനിക്ക് തോന്നുന്ന അദ്ദേഹം പാടിയ ടഫസ്റ്റ് സോങ് ആണ്. ക്ലാസിക്കൽ ബേസ് ഇല്ലാതെ പാടിയ അവാർഡ് വാങ്ങിയിട്ടും അതില് 4-5 രാഗമുണ്ട്. ശ്രീരാഗം, അത് കഴിഞ്ഞ് ഹംസധ്വനി, അത് കഴിഞ്ഞ് വസന്തം. സ്വിച്ചിങ് ഓവർ ഫ്രം വൺ രാഗം ടു അനദർ. ലോട്ട് ഓഫ് നോളജ് ഓൺ ജ്ഞാനം എന്ന് പറയുന്നതാണ്. ഈ ജ്ഞാനം ഈസ് നോട്ട് ലേണിംഗ് ഇറ്റ് ഷുഡ് കം ഓൺ ഇറ്റ്സ് ഓൺ. ഉപാസന ഇതു ധന്യമാ ഒരു ഉപാസന. പാട്ട് പാടുന്ന കേൾവിപ്പെട്ടിട്ടുണ്ടെന്നാണ് പറയുന്നത്. രണ്ടുപേരെങ്കിൽ രണ്ടുപേര് സാറുണ്ടോ അവിടെ? ബാബു സാറിന്റെ പാട്ട്. ഞാന് പിന്നെ ഒരുപാട് നല്ല പാട്ട് കേട്ടു ജയേന്ദ്രന്റെ. പിന്നെ ഞാനും കൂടെ പാടണമെന്നുള്ളതാണ് എന്റെ നല്ലൊരു സായാഹ്നം. കേൾക്കുന്നുണ്ടല്ലോ ഇല്ലേ പറയുന്നത്? ഏതായാലും ഞാന് ഒരു പാട്ടിന്റെ കുറച്ച് ഭാഗം പാടാം. നിങ്ങൾക്ക് ബോറടിക്കില്ലെങ്കിൽ. ഇത് ഈ പാട്ട് കൊച്ചു കുട്ടികളും കൂടെ പാടി വളരെ ഭംഗിയായി പാടുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഒരാഗ്രഹത്തിൽ ഞാനങ്ങ് പാടാം. എന്റെ വരികളൊക്കെ ശരിക്കും കറക്റ്റ് ടൈമിന് അത് ഓർമ്മ വരുമോന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ ഏതായാലും ഒന്ന് ശ്രമിക്കാം. ഒരു മിനിറ്റ്.
ഇത് MS വിശ്വനാഥൻ സംഗീതം ചെയ്ത് ശ്രീകുമാരൻ തമ്പി എഴുതിയൊരു ഗാനമാണ്. ശ്രീകുമാരൻ തമ്പി എൻ്റെയൊക്കെ കോളേജ് മേറ്റ് ആയിരുന്ന ഒരു ഹ്രസ്വകാലം. ശ്രീകുമാരൻ തമ്പി തൃശ്ശൂർ എഞ്ചിനീയറിംഗ് കോളേജിൽ കുറച്ചു കാലം പഠിച്ചിട്ടുണ്ട്. പിന്നെ അദ്ദേഹം പിന്നെ ഒരു കോഴ്സിന് ചേർന്നിട്ട് വളരെ കുറച്ച് പഠിച്ച് അതിനുശേഷം മാറി വേറെ എവിടേക്ക് പോയി പഠിത്തമൊക്കെ തുടർന്നിട്ടുണ്ട്. അപ്പൊ ഇത് ഒരു പഴയ പാട്ടാണ്, കുട്ടികളൊക്കെ ഭംഗിയായിട്ട് പാടുന്ന ഒരു പാട്ടാണ്. അപ്പൊ ഞാനും ഒന്ന് ശ്രമിക്കാം. സ്വർണ്ണഗോപുര നർത്തകീ ശില്പം കണ്ണിന് സായുജ്യം നിൻ രൂപം. സ്വർണ്ണഗോപുര നർത്തകീ ശില്പം കണ്ണിന് സായുജ്യം നിൻ രൂപം. ഏതൊരു കോവിലും ദേവതയാക്കും, ഏതൊരു കോവിലും ദേവതയാക്കും. ഏത് പൂജാരിയും പൂജിക്കും നിന്നെ, ഏത് പൂജാരിയും പൂജിക്കും. സ്വർണ്ണഗോപുര നർത്തകീ ശില്പം കണ്ണിന് സായുജ്യം നിൻ രൂപം. പ്രേമ വൃന്ദാവന ഹേമന്തമേ നിന്റെ പേരു കേട്ടാൽ സ്വർഗം നാണിക്കും. പ്രേമ വൃന്ദാവന ഹേമന്തമേ നിന്റെ പേരു കേട്ടാൽ സ്വർഗം നാണിക്കും. ആരാഗ സോമരസാമൃതം നേടുവാൻ ആരായാലും മോഹിക്കും. ആനന്ദ ചന്ദ്രികയല്ലേ നീ, അനുരാഗ സൗരഭ്യമല്ലേ നീ, അഭിലാഷമഞ്ജരിയല്ലേ നീ. സ്വർണ്ണഗോപുര നർത്തകീ ശില്പം കണ്ണിന് സായുജ്യം നിൻ രൂപം. രാഗവിമോഹിനി ഗീതാഞ്ജലി നിന്റെ നാവുണർന്നാൽ കല്ലും പൂവാകും. രാഗവിമോഹിനി ഗീതാഞ്ജലി നിന്റെ നാവുണർന്നാൽ കല്ലും പൂവാകും. രാഗവിമോഹിനി ഗീതാഞ്ജലി നിന്റെ നാവുണർന്നാൽ കല്ലും പൂവാകും. ആവർണ ഭാവസുരാമൃതധാരയെ ആരായാലും സ്നേഹിക്കും. ആത്മാവിൻ സൗഭാഗ്യമല്ലേ നീ, അനുരാഗ സൗരഭ്യമല്ലേ നീ, അനുരാഗ സൗരഭ്യമല്ലേ നീ. സ്വർണ്ണഗോപുര നർത്തകീ ശില്പം കണ്ണിന് സായുജ്യം നിൻ രൂപം. ഏതൊരു കോവിലും ദേവതയാക്കും, ഏതൊരു കോവിലും ദേവതയാക്കും. ഏത് പൂജാരിയും പൂജിക്കും നിന്നെ, ഏത് പൂജാരിയും പൂജിക്കും. ബാബു സാറിന്റെ ഈ കഴിവ് നമ്മള് കോളേജിൽ പഠിക്കുമ്പോൾ അധികം കേട്ടിട്ടില്ല. അപ്പോ അന്നേ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് കേൾക്കാൻ പറ്റിയായിരുന്നു ആർട്സ് കോമ്പറ്റീഷൻ. അത് ഞാൻ ഈ പാട്ട് സെലക്ട് ചെയ്യാൻ കാരണം ജസ്റ്റ് ഒരു തമാശക്ക് സെലക്ട് ചെയ്യാൻ, നമ്മുടെ കോളേജിന്റെ ആദ്യകാലത്ത് നമ്മുടെ കോളേജിന്റെ മെയിൻ ബിൽഡിംഗ് ഒക്കെ വരുന്നതിന് മുമ്പ് നമ്മുടെ ആർട്സ് പിന്നെ ക്ലബ് ഉദ്ഘാടനം സിനിമാ നടൻ മധു ആണ് ചെയ്തത്. അത് ഉദ്ഘാടനം ചെയ്തത് സിവിൽ ഡിപ്പാർട്ട്മെന്റിന്റെ സർവേ ലാബ് ഇരുന്ന സ്ഥലത്താണ് അന്ന് അത് ഉദ്ഘാടനം ചെയ്തത്. അപ്പൊ മധുവും ജയഭാരതി അഭിനയിച്ച ദിവ്യദർശനം എന്ന പടത്തിലെ ഒരു ഗാനമാണ് ഇത്. ശ്രീകുമാരൻ തമ്പിയുടെ ഓർമ്മ ഇതൊക്കെ കൂടെ വന്നപ്പോൾ ഞാൻ വിചാരിച്ചു ചോദിച്ചു, ശരി ഇങ്ങനെ ഒരു പാട്ടിന്റെ ഭാഗം നോക്കാം. സോ താങ്ക് യു വെരി മച്ച് ഫോർ ദിസ് ലിസണിങ് ടു മീ. ബാബുരാജ് സാർ, ഞാൻ സുധാകരൻ നായർ സാറിന്റെ സ്റ്റുഡന്റ് ആണ്. ഇപ്പോ സാറിന്റെ പാട്ട് കേട്ടപ്പോ പണ്ട് ഇതിനേക്കാൾ വളരെ മധുരമായി പാടിയത് എനിക്ക് ഓർമ്മ വന്നു. ഇപ്പൊ വയസ്സായില്ലേ? എന്നാലും അതിന്റെ മാധുര്യം കുറഞ്ഞിട്ടില്ല. ജയചന്ദ്രൻ സാറിന്റെ ഒരു സൂപ്പർ ഹിറ്റ് ആയിരുന്നു ഹർഷബാഷ്പം തൂകി വർഷപഞ്ചമി വന്നു.
അതെ, ഒരുപാട് പാട്ടുകളുണ്ട്. അതൊരു പ്രത്യേക ശൈലിയാണ് ജയചന്ദ്രന്റെ. സൂപ്പർ ആ, കോഴിക്കോട്ട് ഒരാളുണ്ട് ജയചന്ദ്രന്റെ മാത്രം ഗാനങ്ങൾ സൂക്ഷിക്കുന്ന ഒരാള്. ഇല്ല അതപ്പോ അല്ലെ, എത്രയും പാട്ടുകളുണ്ട്. നമുക്ക് കുറച്ച് സെലക്ട് ചെയ്ത് നമ്മുടെ പരിമിതമായ സമയം ഇപ്പൊ തന്നെ കണ്ടോ 8:45 ആവാറായി. എല്ലാവർക്കും നമ്മുടെ 8:30 ആണ് നമ്മുടെ സമയം. ഇങ്ങനെ നമ്മൾ പറഞ്ഞും പാടി ഇങ്ങനെ സമയം കടന്നു പോവാണ്. പരിപാടി നന്നായിട്ട് അവതരിപ്പിച്ചു. എല്ലാവരുടെയും പാടിയവരെയും ഓർഗനൈസേഷൻ. ശരിയപ്പോ നമുക്ക് അപ്പൊ താങ്ക്സ് അല്ലേ ചേച്ചി, നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം അല്ലേ? ഹലോ. ആ, നമുക്ക് ഇന്നത്തെ പറയൂ. പിന്നെ ബ്രദറിനാണ്, കസിൻ ആണ് ഉമ്മച്ചേച്ചിയുടെ. അപ്പൊ ശരിക്കും ഉമ്മച്ചേച്ചി അദ്ദേഹത്തിന്റെ അടുത്ത് ജസ്റ്റ് ഒന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അദ്ദേഹം കുറച്ചിങ്ങനെ കാര്യങ്ങള് പിന്നെ വോയിസ് മെസ്സേജ് ആയിട്ട് അയച്ചു കൊടുത്തു. അറിവ് എന്ന് വെച്ചാൽ എവിടെയും റെഫർ ചെയ്തിട്ടൊന്നുമില്ല, പെട്ടെന്ന് അതിന് അവർക്ക് അത്രയും അത് പരിചയം ഉള്ളത് കൊണ്ടുള്ളതായിരിക്കും. പക്ഷെ ഒന്ന് വരാൻ പറ്റുമോ ഇതിലേക്ക് ഞാൻ ചോദിച്ചപ്പോഴത്തേക്കും വരാൻ വളരെ സന്തോഷം ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് അത്രയും അത്യാവശ്യമായിട്ടുള്ള പരിപാടി, നേരത്തെ തീരുമാനിച്ച പരിപാടി ആയതുകൊണ്ട് വരാൻ പറ്റിയില്ല. പക്ഷെ ശബ്ദം കൊണ്ട് തന്നെ ശരിക്കും ധന്യമായി നമ്മുടെ പരിപാടി. എല്ലാ പ്രാവശ്യത്തെയും ഇന്ന് അപ്പുറത്ത് ഈ ധ്വനി ഒരു പ്രത്യേകതയുണ്ട് അല്ലേ? അദ്ദേഹത്തിന്റെ ശബ്ദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വല്ലാത്ത അവതരണം, ഇത്രയും മനോഹരമായിട്ട് ഒരു അവതരണത്തിന്റെ കൂടെ ഒരു പാട്ടും കൂടെ ആയപ്പോഴത്തേക്കും അത് ശരിക്കും വളരെ ഇതായിട്ട്. അപ്പൊ ഉമ്മച്ചേച്ചി സ്വന്തം ബ്രദറിന് താങ്ക്സ് പറയില്ലല്ലോ, അപ്പൊ അതുകൊണ്ട് ഞാൻ തന്നെ അതൊന്ന് ഏറ്റെടുത്ത് ഉമ്മച്ചേച്ചിയുടെ അടുത്തേക്ക് പ്രപ്പോസ് ചെയ്യാൻ എല്ലാവരും രാജീവ് സാറിന് നമ്മുടെയൊക്കെ സ്നേഹം അറിയിക്കുക. രാജീവ് സിംഗർ അപർണയുടെ ഹസ്ബൻഡ് ആണോ? ഉമ്മ ടീച്ചർ ഒരു പാട്ടിന്റെ 2 ലൈനൂടെ ഒന്ന് പാടിക്കോട്ടെ, ജസ്റ്റ് ഒന്ന്. ശരി. എളുപ്പം നിർത്താം. ഇതൊരു പ്രത്യേക ഇഷ്ടമുള്ള ഒരു പാട്ടാണ്, അതുകൊണ്ടാണ്. ആദ്യരോമഹർഷവും അങ്കുലീയ പുഷ്പവും അനുഭൂതി പകരുന്ന മധുരം, ആദിവാ സ്വപ്നവും ആനന്ദ ബാഷ്പവും കതിരിടും ഹൃദയങ്ങളിൽ, മദനഗാന പല്ലവി ഹൃദയ ജീവരഞ്ജിനി, ഇതളിടുമീ നിമിഷങ്ങൾ ധന്യം ധന്യം. ശിശിരകാല മേഘമിഥുനരതി പരാഗമോ, അതോ ദേവരാഗമോ ദേവരാഗമോ. ഓക്കെ, താങ്ക് യു. അടിപൊളി. താങ്ക് യു സോ മച്ച്. താങ്ക് യു. എന്തായാലും ആ പാട്ടിനോടുള്ള ഇഷ്ടമാണ് ഇങ്ങോട്ട് ചോദിച്ചു വരിക എന്ന് പറയുമ്പോ ശരിക്കും അത് നമുക്ക് സമ്മതിച്ചു. അപ്പൊ നമുക്ക് ഇത് വൈൻഡപ്പ് ചെയ്യാം. ഒരു പ്രത്യേക നന്ദി പ്രകടനമൊക്കെ പറഞ്ഞ് നമ്മൾ ഇതിന്റെ ഒരു സുഖം കളയുന്നില്ല. ഞാൻ ഇന്നത്തെ ദിവസം എല്ലാവരും എൻജോയ് ചെയ്തു എന്ന് വിചാരിക്കുന്നു. ഇന്ന് നമുക്ക് വേണ്ടി പാടാനെത്തിയ ഓരോരുത്തരെയും ഞാൻ പേരെടുത്ത് പറയുകയാണെങ്കിൽ അഞ്ജന, സുനില്, സജി, ഷേണായി, കൃഷ്ണകുമാർ സാറ്, പിന്നെ അതുപോലെ തന്നെ അനുസ്മരണം അവതരിപ്പിച്ച അജിത് ചന്ദ്രൻ, എല്ലാവർക്കും ഒരുപാട് നന്ദി എന്ന സംശയമാണ്. അതുകൊണ്ട് നന്ദി പറയാതിരിക്കുകയാണ് നല്ലത്. നമ്മുടെ എല്ലാം ഉള്ളിൽ എല്ലാവരും ഇന്ന് അറ്റൻഡ് ചെയ്ത എല്ലാവർക്കും വേണ്ടി ഞാൻ ആ സന്തോഷം അറിയിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മോടൊപ്പം ജോയിൻ ചെയ്ത പ്രിൻസിപ്പല് മഹാദേവൻ സാറിന് ഇന്ന് ജോയിൻ ചെയ്യാൻ പറ്റിയില്ല, വേറൊരു പ്രോഗ്രാം ആയതുകൊണ്ട്. പിന്നെ വെൽക്കം പറയാൻ ജോയിൻ ചെയ്ത ഡോക്ടർ വാസന്തി, നമ്മുടെ അലുമിനി അസോസിയേഷൻ സെക്രട്ടറിയാണ്. വാസന്തിക്കും പിന്നെ ഇത് കോർഡിനേറ്റ് ചെയ്ത ശ്രീജിത്തിന്, കുവൈറ്റിൽ എന്നും ഇല്ലാത്ത ഒരു മഴ വന്നു, അതുകൊണ്ട് ചെറിയ നെറ്റ്വർക്ക് പ്രോബ്ലം ഉണ്ടായി എന്നുള്ളത്. അപ്പൊ അതിനെയൊക്കെ ഓവർകം ചെയ്ത് പക്ഷെ ഒരു 2 പാട്ടിനെ വന്നുള്ളൂ കേട്ടോ പ്രശ്നം. പിന്നെ ശ്രീജിത്തും നീ പറഞ്ഞ പോലെ ശ്രീജിത്തും ട്രയൽ എടുക്കാൻ എത്ര ട്രയലിന് വേണമെങ്കിൽ റെഡിയാണ്.
നമുക്ക് ഇനി എന്നാ ട്രയൽ വേണ്ട, ഇനി എന്നാ ഒന്നും കൂടി ശരിയാക്കാം നോക്കാം എന്ന് പറഞ്ഞിട്ടുള്ള ആ ഉത്സാഹം, ശരിക്കും പറഞ്ഞാൽ അവരുടെയൊക്കെ ഉത്സാഹം അവരുടെ ഉത്സാഹം കാണുമ്പോഴാണ് എനിക്കും രാജിക്കും ഇത് കൂടുതൽ ചെയ്യാൻ തോന്നുന്നത് സത്യം പറഞ്ഞ, അല്ല രാജി? അപ്പൊ അതിന് ശ്രീജിത്തിനോടും ഒക്കെ നമ്മുടെ സ്നേഹം അറിയിക്കുകയാണ്. ബാക്കി ഇന്ന് ഇവിടെ പങ്കെടുത്ത എല്ലാവർക്കും അതെ, ബാബു രാജേന്ദ്രൻ സാറിനും മറ്റ് ടീച്ചേഴ്സും പലരും അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവർക്കും എല്ലാ അലുമിനി മെമ്പേഴ്സിനും ഇന്ന് ജോയിൻ ചെയ്തതിൽ നന്ദി അറിയിക്കുന്നു. ഇനി നമുക്ക് അടുത്ത ധ്വനി പ്രോഗ്രാമിനും മിസ് ചെയ്യാതെ അതെ കൂടുതൽ പേരിലേക്ക് നിങ്ങൾ എത്തിക്കാം, കൂടുതൽ പാർട്ടിസിപ്പൻസിനെ ഇതിലേക്ക് കൊണ്ടുവരാൻ നോക്കുക. അതാണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ അതിനും ട്രൈ ചെയ്യണം. താങ്ക് യു ഓൾ. ഹാവ് എ നൈസ് ഡേ. ഗുഡ് നൈറ്റ് പറയുന്നില്ല, പല സ്ഥലത്തും പല സമയമായിരിക്കും. അതുകൊണ്ട് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു. അതെ, അടുത്ത ഓക്കെ.